വാർത്തകളിലേക്ക് വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 72ാം ജന്മദിനം. ജന്മദിനത്തിൽ വിപുലമായ ആഘോഷങ്ങളാണ് ബിജെപി ഒരുക്കിയിട്ടുള്ളത്. ദളിത് മേഖലയിലെ സേവനങ്ങൾക്ക് പുറമെ വിവിധയിടങ്ങളിൽ രക്തദാന ക്യാമ്പുകളും ശുചീകരണ പ്രവർത്തനങ്ങളും ആഘോഷത്തിന്റെ ഭാഗമായി നടത്തും. മെയ് 26 രാജ്യചരിത്രത്തിൽ പൊൻതൂവൽ ചാർത്തിയ ദിവസം. നരേന്ദ്ര ദാമോദർദാസ് മോദി ഇന്ത്യയുടെ 18ാമത് പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. ഗുജറാത്തിലെ വട്നഗർ ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വരെ എത്തിയ നരേന്ദ്രമോദിയുടെ ജീവിതയാത്ര അത്ര നിസ്സാരമല്ല. നിരവധി പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നെഞ്ചുറപ്പോടെയും കഠിനാർപ്പണത്തോടെയും നേരിട്ടുകൊണ്ടായിരുന്നു അത്. नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित അന്നോളം ഇന്ത്യ കണ്ടതിൽ വെച്ചതിൽ തികച്ചും വ്യത്യസ്തനായ രാഷ്ട്രനായകനായി നരേന്ദ്രമോദി മാറുകയായിരുന്നു. ഊണിലും ഉറക്കത്തിലും ശ്വാസത്തിലും ഇന്ത്യ എന്നുരുവിട്ട് പുതിയൊരിന്ത്യക്കായി കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സമൂഹത്തിന്റെ അടിത്തട്ടിലെ സാധാരണക്കാരനായ മനുഷ്യന്റെ ജീവിതം കണ്ടറിഞ്ഞു തുടങ്ങിയ പൊതുപ്രവർത്തന പരിചയം നരേന്ദ്രമോദിയെ കുറഞ്ഞ കാലം കൊണ്ട് ഇന്ത്യയിലെ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാക്കി. സെപ്റ്റംബർ 17 വടക്കൻ ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിലെ വട്നഗർ പട്ടണത്തിൽ നരേന്ദ്രമോദിയുടെ ജനനം. പിതാവ് മുൾചന്ദ് മോദി, അമ്മ ഹീരാബെൻ. പിതാവ് വട്നഗർ റെയിൽവേ സ്റ്റേഷനിലെ ക്യാൻറ്റീൻ നടത്തിപ്പുകാരനായിരുന്നു. മോദിയും 5 സഹോദരങ്ങളും ചായ വിൽപ്പനയിലെ സഹായികളും. വട്നഗർ നവീൻ സർവ്വവിദ്യാലയത്തിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. നിരവധി അപൂർവതകളാണ് മോദിയുടെ രാഷ്ട്രീയ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത്. പ്രധാനമന്ത്രി പദത്തിൽ എത്തിയവരിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ജനിച്ച ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം നയിച്ച കോൺഗ്രസ് ഇതര നേതാവും മോദി തന്നെ. സ്കൂൾ കാലം മുതൽ RSSന്റെ സജീവ പ്രവർത്തകനാണ്. ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം ജന്മനാട് വിട്ട മോദി പിന്നീട് 2 വർഷം കൊൽക്കത്ത വേലൂർ മഠത്തിലും അൽമോര അദ്വൈതാശ്രമത്തിലുമാണ് ചെലവഴിച്ചത്. രാജ്കോട്ട് അദ്വൈതാശ്രമത്തിലും അല്പകാലം താമസിച്ചു. പിന്നീട് RSS നേതൃനിരയിലേക്ക് ഉയർന്ന മോദി ഗുജറാത്തിന്റെ അനിഷേധ്യ നേതാവായി വളരെ കുറഞ്ഞ കാലം കൊണ്ട് മാറുകയായിരുന്നു. അടിയന്തരാവസ്ഥയിൽ അറസ്റ്റിലാകാത്ത അപൂർവ നേതാക്കളിൽ ഒരാളുമാണ് മോദി. 1987 BJP ഗുജറാത്ത് ഓർഗനൈസിംഗ് സെക്രട്ടറിയായി സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ അമരത്തേക്ക് എത്തി. പിന്നീട് 4 വട്ടം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി. കേശുഭായ് പട്ടേലിൽ നിന്ന് അധികാരം ഏറ്റെടുത്ത ശേഷം അജയ്യമായ നേതൃത്വം. മുഖ്യമന്ത്രി പദത്തിൽ തുടർന്ന 4610 ദിവസം ഗുജറാത്തിന്റെ വികസനത്തിലേക്കുള്ള അടിത്തറ പാകിയത് നരേന്ദ്രമോദിയുടെ മാത്രം മികവായിരുന്നു. ഗുജറാത്തിന്റെ മുഖ്യൻ പിന്നെ എത്തിയത് രാജ്യത്തിന്റെ അനിഷേധ്യനായ നേതാവെന്ന നിലയിലേക്കാണ്. 2011 മോദിയെ മുൻനിർത്തി BJP നടത്തിയ പ്രചാരണം 2014 പൊതുതെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം നൽകി. മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലെത്തി. മോദിയുടെ പ്രധാനമന്ത്രിക്കാലം ഇന്ത്യയുടെ തലവര തന്നെ മാറ്റിക്കുറിച്ചു. വികസനത്തിന്റെ പുതിയ വഴികൾ ഇന്ത്യയിലെങ്ങും തെളിച്ചു. നോട്ടു നിരോധനമെന്ന ചരിത്ര പ്രഖ്യാപനത്തോടെ കള്ളപ്പണക്കാർക്കും നികുതി വെട്ടിപ്പുകാർക്കും കടിഞ്ഞാണിട്ടു. ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്കുള്ള സുപ്രധാന ചുവടായി അത് മാറി. അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യയുടെ തലപ്പൊക്കമേറ്റാൻ മോദി നടത്തിയ നിരന്തര വിദേശ സന്ദർശനങ്ങളും വിദേശ രാഷ്ട്ര നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളും. ഇന്ത്യയിലേക്ക് വന്ന വിദേശ രാഷ്ട്രത്തലവന്മാരും നിരവധി.
സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലെ നിർണായകമായ പല തീരുമാനങ്ങളും മോദിയുടെ ഭരണകാലഘട്ടത്തിലുണ്ടായി. 2019 ഓഗസ്റ്റ് 5 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കി. കശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 370 ആയിരുന്നു റദ്ദാക്കിയത്. ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ വിഭജിക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ ഇത് സംബന്ധിച്ച പുനഃസംഘടനാ ബിൽ അവതരിപ്പിച്ചു. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നു. അനധികൃത കുടിയേറ്റങ്ങൾക്ക് തടയിടാൻ പൗരത്വ ഭേദഗതി ബിൽ മന്ത്രിസഭ 2019 ഡിസംബർ 4 അംഗീകരിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന് കരുത്തു പകർന്ന് മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കി. ബ്രിട്ടീഷ് കൊളോണിയൽ ശേഷിപ്പുകൾ തുടച്ചു നീക്കുന്നതിന്റെ ഭാഗമായി പുതിയ പാർലമെന്റ് സമുച്ചയം കർത്തവ്യപഥിൽ ഉയരുന്നതും മോദി ഭരണത്തിന് കീഴിൽ തന്നെ. देश को आज एक नई प्रेरणा मिली है, नई ऊर्जा मिली है। आज हम गुजरे हुए कल को छोड़कर आने वाले कल की तस्वीर में नए रंग भर रहे हैं। आज जो हर तरफ ये नई आभा दिख रही है, वो नए भारत के ആത്മവിശ്വാസ് की ആഭ है। കോവിഡ് വന്നപ്പോൾ രാജ്യത്തെ സധൈര്യം നേരിടാൻ കരുത്തു പകർന്ന നേതൃത്വം. ലോകമാകെ മാന്ദ്യത്തിലേക്ക് വഴുതിയപ്പോഴും രാജ്യത്തിന് കുതിപ്പിലേക്കുള്ള പാഠങ്ങളാണ് മോദി എന്ന പ്രധാനമന്ത്രി നൽകിയത്. ദിവസവും 18 മണിക്കൂറും വിശ്രമമില്ലാതെ കർമ്മനിരതനായിരിക്കുന്ന മറ്റൊരു നേതാവിനെ ഇന്ത്യ ഇന്നേ വരെ കണ്ടിട്ടില്ല. അതാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി. विदेश से आए हमारे मेहमान संभवतः ये जानकर के हैरान हो जाएंगे कि भारत के डेयरी सेक्टर में विमेन पावर 70% वर्कफोर्स का प्रतिनिधित्व करती है। ഓരോ തീരുമാനങ്ങളിലും ചുവടുകളിലും ഇന്ത്യയെ ലോകത്തിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആശയങ്ങളും ചിന്തകളുമാണ് നരേന്ദ്രമോദിയെ എന്നും വേറിട്ടതാക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇനിയുള്ള 25 വർഷം ഇന്ത്യ വികസിത രാജ്യമാകാനുള്ള കുതിപ്പിലായിരിക്കുമെന്ന കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിലെ പ്രഖ്യാപനം. ആ അമൃതകാലമാണ് ഇന്ത്യക്കിത്. ഇന്ന് ആ അമൃതകാലത്തിന്റെ സൃഷ്ടാവിനുള്ള ജന്മദിനവും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പല പ്രായത്തിലുള്ള ചിത്രങ്ങൾ ധാന്യങ്ങളും ചകിരിപ്പൊടിയും ഉപയോഗിച്ച് വരച്ച് ശ്രദ്ധ നേടുകയാണ് തിരുവനന്തപുരത്തെ ഒരു 17-കാരൻ. പ്രധാനമന്ത്രിയുടെ 72ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവചരിത്രം പറയുന്നതാണ് ഈ ചിത്രങ്ങൾ. പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നതിനേക്കാൾ മനോഹാരിത പകരുന്ന ചിത്രങ്ങളാണ് വിശ്വജ്യോതി ധാന്യങ്ങളും ചകിരിപ്പൊടിയും കൊണ്ട് തീർത്തിരിക്കുന്നത്. ഒരാഴ്ചത്തെ അധ്വാനം കൊണ്ട് ഒരുക്കിയതാണ് ഈ ചിത്രങ്ങൾ. മിക്കവരും ഈ പെൻസിൽ വർക്കൊക്കെയാണ് കൂടുതൽ ചെയ്യണത്. അപ്പം ഞാൻ ഈ ഒരു വെറൈറ്റി വർക്കുകൾ നോക്കി നിന്നപ്പോൾ എനിക്ക് തോന്നിയ രീതിയിൽ ചെയ്ത ഒരു വർക്കാണത്. അത് മോദിജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിദത്ത വസ്തുക്കളും ധാന്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ ധാന്യങ്ങളും പ്രകൃതിദത്ത വസ്തുക്കളും അല്ലാതെ വേറെ ഞാൻ കണ്ടെത്തി ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിരട്ട ഉപയോഗിച്ച് അമ്മയ്ക്കൊപ്പമുള്ള നരേന്ദ്രമോദിയുടെ ചിത്രം വരച്ചതും ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഈ ചിത്രം പ്രധാനമന്ത്രിക്ക് നേരിട്ട് കൈമാറാനുള്ള ഒരുക്കത്തിലാണ് വിശ്വജ്യോതി.
കുളത്തൂർ സ്കൂളിൽ നിന്നും +2 പൂർത്തിയാക്കിയ വിശ്വജ്യോതി ഫൈൻ ആർട്സ് കോളേജിൽ പ്രവേശനം നേടാനുള്ള പരിശ്രമത്തിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പിറന്നാൾ ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കുനോ ദേശീയ പാർക്കിലെ സന്ദർശനത്തിന് ശേഷം ഷിയോപൂരിലെ വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ സമ്മേളനത്തിൽ മോദി പങ്കെടുക്കും. വിശ്വകർമ്മ ജയന്തിയോടനുബന്ധിച്ച് IIT-കളിലെ വിദ്യാർത്ഥികളെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. നമീബിയയിൽ നിന്നും ചീറ്റപ്പുലികൾ ഇന്ന് ഇന്ത്യയിലെത്തും. ചാർട്ടർ ചെയ്ത് പ്രത്യേകം സജ്ജമാക്കിയ ബോയിംഗ് 747 വിമാനത്തിലാകും ചീറ്റകൾ എത്തുക. വിമാനമിറങ്ങുന്ന പുലികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും സ്വീകരിക്കുക. 1952-ലാണ് ഇന്ത്യയിൽ ചീറ്റകൾക്ക് വംശനാശം സംഭവിച്ചതായി പ്രഖ്യാപിച്ചത്. 2009-ലാണ് ഇന്ത്യയിലേക്ക് ചീറ്റകളെ എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയത്. രാജ്യാന്തര വ്യവസ്ഥകൾ പാലിച്ചാണ് 8 ചീറ്റപ്പുലികളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. ബോയിംഗ് 747 ജംബോജെറ്റിന്റെ B400 പാസഞ്ചർ വിമാനത്തിലാണ് ചീറ്റകളുടെ യാത്ര. പുലികൾക്കായുള്ള പ്രത്യേക കൂടുകൾ സുരക്ഷിതമായി സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിലാണ് വിമാനത്തിന്റെ ക്യാബിൻ. വിമാനത്തിന്റെ ക്യാബിൻ ക്രൂവിനോടൊപ്പം മൃഗഡോക്ടർമാർ, മൃഗസംരക്ഷണ വിദഗ്ധർ, ശാസ്ത്രജ്ഞർ എന്നിവരുടെ സേവനവും ലഭ്യമാണ്. चीता हम चार्टर्ड कार्गो फ्लाइट चला रहे हैं और ये बोइंग 747 है और ये बड़ा प्लेन इसलिए लिया है ताकि वो डायरेक्ट फ्लाइट से बिना रिफिलिंग के, बिना बीच में रोके सीधे भारत आ सके, इसलिए बोइंग एयरक्राफ्ट हायर किया गया है. ये डेडिकेटेड एयरक्राफ्ट है, मतलब इसमें सिर्फ चीते होंगे, हमारे 8 चीते होंगे. साथ में क्रू के अलावा इसमें कुछ हमारे अधिकारी और कुछ वेटनरी डॉक्टर्स, वाइल्ड लाइफ के एक्सपर्ट, चीता एक्सपर्ट्स ये होंगे. हमारे 3 भारतीय इसमें वैज्ञानिक और डॉक्टर और अधिकारी हैं. इसके अलावा जो इंडियन हाई कमीशन है नामीबिया का, उसके हाई कमिश्नर होंगे. इसके अलावा लॉरी मार्कर जो चीता एक्सपर्ट हैं, इनके साथ 3 और बायोलॉजिस्ट होंगे. 16 മണിക്കൂർ വരെ പറക്കാൻ കഴിവുള്ള അൾട്രാ ലോങ് റേഞ്ച് ജെറ്റാണ് ഈ വിമാനം. അതിനാൽ ഇന്ധനം നിറയ്ക്കാൻ നിർത്താതെ നേരിട്ട് നമീബിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് പറക്കാൻ വിമാനത്തിനു കഴിയും. ചീറ്റകളുടെ സുരക്ഷയ്ക്ക് പ്രധാന പരിഗണന നൽകിയാണ് വൻകിട എയർക്രാഫ്റ്റ് കമ്പനിയായ ആക്ഷൻ ഏവിയേഷൻ വിമാനം ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ മൃഗമായ കടുവയുടെ മുഖം വിമാനത്തിൽ വരച്ചു ചേർത്തിട്ടുണ്ട്. വിമാനമിറങ്ങുന്ന പുലിവീരന്മാരെ വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ കുനോ നാഷണൽ പാർക്കിൽ എത്തിക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. നമീബിയയിൽ ചീറ്റകളുമായി ഇന്നലെ പുറപ്പെട്ട പ്രത്യേക ബോയിംഗ് വിമാനം അല്പസമയത്തിനകം ഇന്ത്യയിലെത്തും. ഗ്വാളിയറിലെത്തുന്ന വിമാനത്തിലുള്ള ചീറ്റകളെ ഹെലികോപ്റ്ററിൽ കുനോ ദേശീയ ഉദ്യാനത്തിലെത്തിക്കും. രാവിലെ 10:45 ചീറ്റകളെ പ്രധാനമന്ത്രി ജഖോഡ പുൽമേടുകളിലുള്ള ക്വാറന്റീൻ അറകളിലേക്ക് തുറന്നുവിടും. 6 ആഴ്ചയ്ക്കുള്ളിൽ ആൺചീറ്റകളെയും 4 ആഴ്ചയ്ക്കുള്ളിൽ പെൺചീറ്റകളെയും വനത്തിൽ തുറന്നുവിടാനാണ് പദ്ധതി. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പ്രതികരിച്ചേക്കും. കൊച്ചിയിലാണ് ഗവർണറുടെ ഇന്നത്തെ പൊതുപരിപാടികൾ. കുഴിപ്പള്ളി തീരശുചീകരണ പരിപാടിയിലും RSS കാര്യാലയമായ ഭാസ്കരീയത്തിലെ പരിപാടിയിലും ഗവർണർ പങ്കെടുക്കുന്നുണ്ട്. സർവകലാശാലകളിലെ ബന്ധു നിയമനങ്ങളിൽ ഉൾപ്പെടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. MS അനീഷ് കുമാറുണ്ട്. അവിടെ നിന്നും അനീഷ്, ഗവർണർക്കെതിരെ സമാനതകളില്ലാത്ത അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായത്. ഗവർണർ മൈക്ക് വയ്ക്കുന്നിടത്തൊക്കെ സംസാരിക്കുന്നു എന്ന ഒരു വിമർശനം കൂടി മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് വിവിധ പരിപാടികളിൽ കൊച്ചിയിൽ ഗവർണറുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യത എത്രമാത്രമാണ്? തീർച്ചയായും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്നത്. പതിവില്ലാത്ത വിധം ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. പ്രധാനമായും ഇതിൽ 2 കാര്യങ്ങളിൽ ഗവർണർ അസ്വസ്ഥനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ. മറ്റൊന്ന്, എന്തെങ്കിലും
സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് കരുതിയാണ് ഇതുവരെ തങ്ങൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കാതിരുന്നത് എന്നടക്കമുള്ള ഇക്കാര്യങ്ങളിലൊക്കെ കൃത്യമായ അതൃപ്തിയുണ്ട്. ഒപ്പം സർവകലാശാലകളിൽ പോസ്റ്ററുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നിശ്ചിതമായ വിമർശനങ്ങൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇക്കാര്യത്തിലും കൃത്യമായ ഒരു അതൃപ്തി ഗവർണർക്കുണ്ട് എന്നാണ് അദ്ദേഹത്തിനോട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്നെന്തായാലും രാവിലെ കൊച്ചിയിലെ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 8 മണിയോടുകൂടി ഈ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്നും അദ്ദേഹം പുറപ്പെടുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. 8:30 കുഴിപ്പള്ളി ബീച്ചിലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ തീര ശുചീകരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. അതിനുശേഷം RSS കാര്യാലയമായ ഭാസ്കരീയത്തിൽ RSSൻ്റെ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് RSS ചടങ്ങിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്ന് ആണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഭാസ്കരീയത്തിൽ നിന്നും അദ്ദേഹം നേരെ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. തൃശ്ശൂരിലും നിരവധി പരിപാടികൾ പൊതുപരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൃത്യമായ മറുപടി ഓരോ കാര്യങ്ങൾക്കും അദ്ദേഹം നൽകും എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ തന്നെ സൂചന നൽകിയിരിക്കുന്നത്. മിക്കവാറും 9:00 ഭാസ്കരീയത്തിലെ പരിപാടി കഴിഞ്ഞ ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കും. കൃത്യമായ അതൃപ്തി അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓരോ വാക്കുകളിലും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ തനിക്കുണ്ടായിരിക്കുന്ന അതൃപ്തി അക്കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുകൾ തന്നെ ഗവർണർ പറഞ്ഞേക്കും. കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യം തുറന്ന യുദ്ധം എന്ന രീതിയിൽ തന്നെ ഒരു റബ്ബർ സ്റ്റാമ്പായി തനിക്കിരിക്കാൻ ആവില്ല, നിയമാനുസൃതമായ കാര്യങ്ങൾ പാലിച്ചു തന്നെയും മുന്നോട്ട് പോകൂ, ബന്ധു നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. സർവകലാശാലയുടെ തലപ്പത്തു നിന്നും താൻ മാറിക്കൊള്ളാമെന്ന് പലതവണ സർക്കാരിനോട് പറഞ്ഞതാണ്. എന്നാൽ ഇത്തരത്തിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യില്ല എന്ന് ഉറപ്പ് നൽകിയതുകൊണ്ട് മാത്രമാണ് ഈ സർവകലാശാല തലപ്പത്ത് താൻ തുറന്നത്. അതുകൊണ്ട് താൻ തലപ്പത്തിരിക്കുന്ന കാലത്തോളം ഒരു തരത്തിലുമുള്ള വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞേക്കും. രേണുക. തീർച്ചയായും അനീഷ്, സംയമനത്തിന്റെ ഘട്ടം കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായത്. അതായത് ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറാണ് എന്ന സൂചനകളാണ് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. ഗവർണർ അത് കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചതാണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്നത്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ ഒരു കാര്യം, ഭരണഘടനാപരമായ അധികാരം ഗവർണർക്കുണ്ട്. അദ്ദേഹത്തിന് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷേ അദ്ദേഹം ഈ രീതിയിൽ സംസാരിക്കുന്നു, എവിടെയും എന്തും തുറന്നു പറയുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള വിമർശനം ഉന്നയിച്ചു. ഇന്ന് മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുമായിരിക്കാം ഗവർണർ. അതിനും അപ്പുറം അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ മറുപടി നൽകാനുള്ളൊരു നീക്കം ഗവർണർ നടത്തുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ഒരു തുറന്ന പോരാട്ടത്തിലേക്ക് തന്നെ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ ഗവർണറുടെ വാക്കുകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങളിൽ സർക്കാരിന് വിയോജിപ്പുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ടൊരു വിമർശനം ഉന്നയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നില്ല. ഓരോ ഘട്ടത്തിലും കൃത്യമായി ഒരു സമവായത്തിൻ്റെ പാതയാണ് മുഖ്യമന്ത്രി തേടിയിരുന്നതും. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ ആരോപണത്തിൻ്റെ മുൾമുന ഗവർണർ നീട്ടിയതോടുകൂടിയാണ് മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയാൻ നിർബന്ധിതനായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഗവർണർ നടത്തിയ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി അറിയാതെ എങ്ങനെ ഇത്തരം ആശ്രിത നിയമനം ബന്ധുത്വ നിയമനങ്ങൾ നടക്കും, അല്ലെങ്കിൽ ബന്ധുക്കളെ എങ്ങനെ ജീവനക്കാരായി വെക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ നീട്ടി ഗവർണർ എറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കൃത്യമായി മുഖ്യമന്ത്രി അക്കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. ഒപ്പം MG സർവകലാശാലയിൽ പോയ ശേഷം അവിടെ ഈ സംഘടനാ പ്രവർത്തനങ്ങൾക്കടക്കം ബുദ്ധിമുട്ടാവുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഗവർണറുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തിരുന്നു. ഇത് മാത്രമല്ല, ഈ ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ബില്ലുകളിൽ ഒപ്പിടാതെ ഒരു ഭരണഘടനാപരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ മാറി. എന്തായാലും ആവർത്തിച്ച് സർക്കാരിനെതിരെ ഒരു തിരിയുന്ന സാഹചര്യം, മുഖ്യമന്ത്രിയെ തന്നെ ഒരു സംശയമുന്നിൽ നിർത്തുന്ന ഒരു സാഹചര്യം, ഇത്തരമൊരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ആദ്യമായി ഈ ഗവർണർക്കെതിരെ തുറന്നടിച്ചത്. ഇതിനു മുമ്പ് പലവട്ടവും സമാനമായ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇക്കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു നയതന്ത്രപരമായ ചാതുര്യത്തോടുകൂടി മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ ഗവർണറെ നേരിട്ടെത്തി അനുനയിപ്പിക്കുകയൊക്കെയാണ് ചെയ്തത്. പക്ഷേ ഇത്തവണ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. നമുക്കറിയാം, അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നെങ്കിൽ ലഭിച്ചോട്ടെ എന്ന് കരുതിയാണ് തങ്ങൾ ഇതുവരെ മിണ്ടാതിരുന്നത് എന്ന് ഗവർണർ മുഖ്യമന്ത്രി പറയുമ്പോൾ രാഷ്ട്രപതി പദത്തിലേക്കടക്കം ഗവർണറെ പരിഗണിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ സാന്ദർഭികമായി അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഒളിയമ്പ് പോലെ ഏതാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും ഇനി തങ്ങൾ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ CPM പാർട്ടി എന്ന രീതിയിൽ ഗവർണറെ രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അത് അങ്ങനെ പറയുമ്പോഴും മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരടക്കമുള്ള ആളുകളോ ഗവർണറെ നേരിട്ട് വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിമർശിക്കുന്നു. ഇനി വിമർശനത്തിൻ്റെ തോത് കൂടും, അതിൻ്റെ സാന്ദ്രത വർദ്ധിക്കും. വലിയ ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെ ഈ രണ്ട് ഭരണ സംവിധാനങ്ങൾ തമ്മിൽ മാറുന്ന കാഴ്ചയാണ് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഗവർണർ ഏത് രീതിയിൽ ഇതിന് പ്രതികരിക്കും, സർക്കാരിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഏത് രീതിയിലുള്ള തടസ്സങ്ങൾ ഗവർണർ സൃഷ്ടിക്കും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. നമുക്കറിയാം, രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും ഈ തമിഴ്നാട്ടിലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരുണ്ട്. ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ സമാനമായ രീതിയിൽ തന്നെയുള്ള പോര്. അവിടെയൊക്കെ കനത്ത പോര് ഇരു കൂട്ടരും തമ്മിൽ വാക്ശരങ്ങളുമായി ഏറ്റുമുട്ടുമ്പോഴും കേരളത്തിൽ ഒരുപക്ഷെ ഗവർണർ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങളിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഏറ്റുമുട്ടലിലേക്കോ നീങ്ങാതെ ഇതുവരെ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു. എന്നാൽ ആ സമവായത്തിൻ്റെ പാത പോയിരിക്കുന്നു. ഇനി തുറന്ന ഏറ്റുമുട്ടലിലേക്കും പരസ്പരമുള്ള വാക്പോരിലേക്കും ഭരണഘടനാപരമായ കാര്യങ്ങളെ ചൊല്ലിയുള്ള അല്ലെങ്കിൽ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചൊല്ലിയുള്ള അസ്വാരസ്യങ്ങളിലേക്കും നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിലെ സംഭവവാസങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. രേണുക. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഗവർണർ പൊതുപരിപാടി ഇന്ന് ഉണ്ട്. അദ്ദേഹം എറണാകുളത്താണുള്ളത്. അദ്ദേഹം മാധ്യമങ്ങളോട് ഇന്ന് പ്രതികരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് തിരിച്ചെത്താം. സംസ്ഥാനത്ത് പല ജില്ലകളിലും തെരുവ് നായ്ക്കൾക്കായി തീവ്ര വാക്സിൻ യജ്ഞം ആരംഭിച്ചു. ഈ മാസം 20-ന് തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും കൊല്ലം, തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ നേരത്തെ തന്നെ വാക്സിനേഷൻ തുടങ്ങി. വളർത്തുനായ്ക്കായുള്ള വാക്സിനേഷനും എല്ലാ ജില്ലകളിലും തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബറിൽ പേവിഷ പ്രതിരോധ മാസമായി ആചരിക്കും. തിരുവനന്തപുരത്ത് നാളെ മുതൽ തീവ്ര വാക്സിനേഷൻ ആരംഭിക്കും. കാസർഗോഡ് ബേക്കലിൽ തെരുവുനായ്ക്കളുടെ ഭീഷണി നേരിടാൻ തോക്കുമായി രംഗത്തെത്തിയ ടൈഗർ സമീറിനെതിരെ പോലീസ് കേസ്. IPC 153 വകുപ്പ് പ്രകാരമാണ് ബേക്കൽ പോലീസ് കേസെടുത്തത്. തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായപ്പോൾ തോക്കെടുത്ത് സോഷ്യൽ മീഡിയയിൽ താരമായ ബേക്കൽ ഇല്യാസ് നഗറിലെ സമീർ എന്ന ടൈഗർ സമീറിനെതിരെ ബേക്കൽ പോലീസ് കേസെടുത്തു. ലഹളയുണ്ടാക്കാൻ ഇടയാകുന്ന വിധത്തിൽ നായ്ക്കളെ കൊല്ലാൻ ആഹ്വാനം ചെയ്തു എന്ന കുറ്റം ചുമത്തിയാണ് നടപടി. സമൂഹത്തിൽ ലഹളയുണ്ടാക്കുന്ന തരത്തിൽ വീഡിയോ ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തെന്നും ചുമത്തിയിട്ടുണ്ട്. IPC 153 വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. വിദ്യാർത്ഥികളെ തെരുവ് പട്ടികൾ ആക്രമിക്കുന്നത് മൂലമാണ് ലൈസൻസ് ആവശ്യമില്ലാത്ത എയർഗൺ എടുത്തതെന്ന് സമീർ പറഞ്ഞു. മകൾ പരാതി പറഞ്ഞതോടെയാണ് 13 കുട്ടികൾക്കൊപ്പം തോക്കുമായി സമീർ നടന്നു നീങ്ങിയത്. കുട്ടികൾക്ക് സുരക്ഷയൊരുക്കി തോക്കുമായി നടന്നുപോകുന്ന സമീറിന്റെ ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കൊട്ടാരക്കര CHRD പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതായി പരാതി. പരിശീലനത്തിനായി എത്തുന്ന വിദ്യാർത്ഥികളെ തെരുവുനായ ആക്രമിക്കുന്നതും പതിവാണ്. കൊട്ടാരക്കര CHRD ക്യാമ്പസ് പരിസരത്താണ് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നത്. നഗരത്തിൽ നിന്നും തിരക്കൊഴിഞ്ഞ പ്രദേശമായതിനാൽ തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. അക്രമകാരികളായ ഇവർ ജീവനക്കാരെയും കടിക്കുന്നതായി പരാതിയുണ്ട്. രാവിലെ ഓഫീസിൽ തൂത്ത് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വേസ്റ്റ് വാരി കൊണ്ട് കളയാൻ പോയി കാലിലൊരു കടി വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് പോലും. അതിൻ്റെ പിറകെ വന്ന് പട്ടി കടിച്ചത്. കാലിനൊരു പോറലും വന്നായിരുന്നു. ആസ്പത്രിയിൽ കൊണ്ടുപോയി, ഇവിടുന്ന് തന്നെ എന്നെ ആസ്പത്രിയിൽ കൊണ്ടുപോയി വാക്സിനൊക്കെ എടുത്ത്. ഇവിടെ പട്ടിയുടെ ശല്യം ഭയങ്കരമായിട്ട് വന്നിരിക്കുമോ. സമീപത്തായി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും തൊഴിൽ പരിശീലന കേന്ദ്രവുമെല്ലാം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും തെരുവുനായ ഭീഷണിയിൽ ആളുകൾ ഇവിടേക്കെത്താൻ മടിക്കുകയാണ്. ഒഴിഞ്ഞ കെട്ടിടവും കാടുമൂടിയ പ്രദേശവുമെല്ലാം തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമായി. പട്ടിയുടെ ശല്യം ഒരുപാടുണ്ട്. പിന്നെ നമ്മൾ വേസ്റ്റ് എന്തെങ്കിലും കൊണ്ടുപോകുമ്പോഴത്തേക്ക് പുറകെ ഒന്ന് പട്ടി കടിക്കുക. ഇന്നലെ അനക്സിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ അതിൻ്റെ ഉള്ളിൽ ഗ്രില്ലിനകത്തൂടെ പട്ടി കയറി അവിടെ കിടക്കുമായിരുന്നു. എല്ലാം പ്രസവിച്ച് കിടക്കുക കൂടുതലും. നഗരസഭയുടെ നേതൃത്വത്തിൽ മുമ്പ് നടന്ന വന്ധീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം തുറന്നുവിട്ട നായ്ക്കളാണ് അധികവും സർക്കാർ ഓഫീസ് പരിസരങ്ങളിൽ നാട്ടുകാർക്ക് ഭീഷണിയായിരിക്കുന്നത്. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. തെരുവ് നായ്ക്കളെ തല്ലിക്കൊല്ലുകയും ഉപദ്രവിച്ച് ഓടിച്ചുവിടുകയും ചെയ്യുന്ന ഇക്കാലത്ത് വേറിട്ടൊരു കാഴ്ച കാണാം. പ്രസവിച്ചു കിടക്കുന്ന തെരുവുനായയെ കൂട്ടിലാക്കി ശുശ്രൂഷിക്കുന്ന മനുഷ്യർ. മലപ്പുറം നിലമ്പൂർ മൂക്കട്ടയിൽ നിന്നാണ് ഈ കാഴ്ച. നാട്ടുകാർക്ക് പ്രിയപ്പെട്ട തെരുവ് പട്ടിയെയും അവളുടെ കുഞ്ഞുമക്കളെയും കൂട്ടിലടച്ച് ആട്ടിറച്ചിയടക്കം കൊടുത്ത് പരിചരിക്കുകയാണ് ഇവർ. CB അനുമോദിന്റെ റിപ്പോർട്ട്.
നിലമ്പൂർ മുക്കട്ട ഗവൺമെൻറ് LP സ്കൂളിന് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്, വളരെ കാലിക പ്രസക്തമായ ഒരു കാര്യം കൂടിയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഈ സ്കൂളിൽ അല്പ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പട്ടി പ്രസവിച്ചു കിടന്നു. ആ പട്ടിയെ അവർക്ക് ആ ഒരു കൂടുണ്ടാക്കി അതിൽ ഭക്ഷണവും അതിന് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്ത് ഈ നാട്ടുകാരിപ്പോൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ പട്ടിയും കുഞ്ഞുങ്ങളെയാണ് കാണുന്നത്. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കൂടാണിത്. പട്ടിക്കും പട്ടിയുടെ കുട്ടികൾക്കും അപകടമൊന്നും വരാതിരിക്കാൻ വേണ്ട രീതിയിലുള്ള സംരക്ഷണം ഒരുക്കി അവർക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം ഉറപ്പാക്കുകയാണ് ഈ നാട്ടുകാർ. വളരെ അപൂർവമുള്ളൊരു കാഴ്ചയാണ്. കാരണം എന്താ വെച്ചാൽ സാധാരണ എല്ലായിടത്തും പട്ടികൾ തല്ലി ഓടിക്കുമ്പോൾ ഒരു പട്ടിയെ അതിന് ഭക്ഷണവും ഇതൊക്കെ കൊടുത്ത് സംരക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലമ്പൂർ മുക്കട്ടയിൽ നിന്ന് കാണാൻ പറ്റും. നമ്മളെ മെമ്പർ കൗൺസിലർ ചേരുന്നുണ്ട് അഷ്റഫ്. വളരെ ഈ ഒരു സമയത്ത് ഒരു അപൂർവത തോന്നുന്ന കാഴ്ചയാണത്. എന്താണ് ഇതിൻ്റെ കാര്യം? ഇപ്പം നഗരസഭൻ്റെ ഇതിന് മുമ്പുള്ള ഈ പട്ടി പ്രശ്നം പട്ടി പ്രശ്നമാണല്ലോ, നാടൊന്നാകെ പട്ടിയുടെ വിഷയങ്ങളാണ്. ഇപ്പം നഗരസഭൻ്റെ ഇതിന് മുമ്പ് ഒരു പട്ടി ഇവിടെ നാട്ടിലെ ഒരാളുകൾ കടിക്കുകയും ആ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ആ പട്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങനെ ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും നഗരസഭ തന്നെ മുൻകൈയെടുത്ത് ചെയ്യുകയും അതേപോലെ തന്നെ പട്ടിയെ കൊണ്ടുപോയി വാക്സിനേഷൻ കൊടുത്ത് അതിന് സംരക്ഷണം കൊടുത്ത് നിൽക്കുന്ന ഇടയിലാണ് പട്ടി ചത്തുപോയത്. അങ്ങനെ പട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് തൃശ്ശൂർ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്താണ് മറവ് ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡുകളിൽ ഇങ്ങനെ അറിഞ്ഞിരുന്ന അടുക്കള പട്ടികളെ വാക്സിനേഷൻ ചെയ്യാനൊക്കെ മുനിസിപ്പാലിറ്റി നഗരസഭ ചെയർമാൻ നേതൃത്വത്തിൽ നല്ല ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വിഷയം പട്ടി ഇതിൻ്റെ സ്കൂളിൻ്റെ വറകുപുരയിൽ കിടന്ന് പ്രസവിക്കാനുണ്ടായത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ടീച്ചറിനെ വിളിക്കുകയും അങ്ങനെ പട്ടി അങ്ങനെ പ്രസവിച്ച് കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോഴും ഞാൻ നേരിട്ട് ചെന്ന് അങ്ങനെ ഇത് സംരക്ഷിക്കും, കുട്ടികളെ അതിൻ്റെ അടുത്തേക്ക് പോകണ്ട എന്നുള്ള രീതിയിൽ കുട്ടികളെ സംരക്ഷണം നമുക്ക് മസ്റ്റാണല്ലോ. അങ്ങനെ ആ പ്രധാന അടിസ്ഥാനത്തിൽ കുട്ടികളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ പട്ടിയെ ഒരിക്കലും മാറ്റണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ട്രോമാ കെയറും ERF ഒക്കെ നഗരസഭയൊക്കെ ഇടപെട്ടുകൊണ്ട് അതിനൊരു കൂട്, ഈ പട്ടിയെ പിടിക്കുന്നതിന് വേണ്ടി കൂടുണ്ടാക്കിയ കൂടുകളാണ്. അങ്ങനെ നഗരസഭയിൽ ഒരുപാട് കൂടുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുകളോട് കൊടുത്ത് സ്ഥാപിക്കുകയും ആ കൂടിൽ വെച്ച് ഈ പട്ടിയെ അങ്ങോട്ട് മാറ്റുകയും നാട്ടുകാരും നഗരസഭയ്ക്ക് എല്ലാവരും കൂടി ചേർന്ന് കണ്ട് ആ പട്ടിയെ സംരക്ഷിച്ച് നിലനിർത്തുക, കുട്ടികളെ സംരക്ഷിച്ച് നിലനിർത്തുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. നാട്ടിലെ കണ്ണിലുണ്ണിയാണല്ലോ. നാട്ടിലങ്ങനെ നടക്കുന്നൊരു പട്ടിയാണ്, മാത്രമല്ല ആളുകളായിട്ട് ഒരു പഴക്കമുള്ള പട്ടിയാണ്. എങ്കിൽ പോലും അതിന് ജനങ്ങൾക്ക് ദ്രോഹമേൽക്കാത്ത രീതിയിൽ, നാടിന് ക്ഷീണമില്ലാത്ത രീതിയിൽ കുട്ടികളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെ സംരക്ഷിച്ച് നിലനിർത്തുക എന്നുള്ളത് ഒരു നാട്ടുകാരൻ, അതേപോലെ ഇവിടുത്തെ ഒരു കൗൺസിലറും മറ്റേ നാട്ടുകാരൊക്കെ എന്നുള്ള ഒരു ഇത് നടക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടുന്ന് നാട്ടുകാരോട് ചോദിക്കാം, ഇവരാണ് ഈ പട്ടിയെ അതിന് വേണ്ട ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്ത് സംരക്ഷിക്കുന്നത്. ഇതിപ്പോ ഈ നാട്ടിലെ ഓമനയാണെന്നുള്ള കണ്ടിട്ട് ഞങ്ങളെ ഓമന തന്നെയാണ്. ഓളിവിടെ ഞങ്ങളെ ഇടയിൽ കൂടെയൊക്കെ നടക്കുന്നൊരു പട്ടിയാണ്. ഓളൊരു മോളും ഉണ്ട്, ഓളും ഗർഭിണിയാണ്. അടുത്ത കഴിഞ്ഞ് പോള പ്രസവ. അതെന്താ വെച്ചാൽ ഇവൾക്ക് വിശന്നാൽ ഇവിടെ ആരെങ്കിലും അടുത്ത് വരും, ഒന്ന് തൊട്ട് വരുതി നടക്കും. അപ്പോൾ മനസ്സിലാവും ബിസ്ക്കറ്റിനാണ്. അപ്പോൾ ബിസ്ക്കറ്റ് റിട്ടാണെങ്കിൽ എല്ലാവർക്കും ഒരു 10 രൂപ അപ്പം ചിലവാ ദിവസം. പിന്നെ ഓള് പിത്തനല്ല, ഇവിടെ എല്ലാവരും രോഗിയാണ്, ഇന്ന ആളൊന്നുമില്ല. പിന്നെ 1-2 ആൾക്കാരാണ് ഓളായിട്ട് കൂടുതൽ ഇതാണ്. ഒന്ന് ലോറി ഡ്രൈവർ അവിടെ അല്ല, അപ്പോൾ ലോറി പോയതാണ്. പിന്നെ ഒരുത്തം ബ്രോക്കറാണ്, ഓനാണ് ഡെയിലി മൻസൂർ എന്ന് പറയും, ഓനാണ് ഡെയിലി ബിസ്ക്കറ്റ് ഒന്നും വാങ്ങിക്കൊടുക്കും. ഓളെ ഞങ്ങളൊരു ഓമനയാണ്. അപ്പോൾ ഈ പട്ടി പ്രസവിച്ചതിന് പ്രസവ ചികിത്സ നൽകുന്ന പോലെയാണുള്ളത്. ഇവിടുത്തെ ഇപ്പോൾ സിദ്ധിയൊക്കെ പോയാണ്ട് ആട്ടർച്ചയാണ് വാങ്ങിക്കൊണ്ടു കൊടുത്തിക്കണേ. ആട്ടിറച്ചി വാങ്ങിച്ചു? ഒന്നുമില്ല, മനുഷ്യന് മാത്രം നിന്നാൽ പോരല്ലോ. മനുഷ്യനാണ് പ്രസവരക്ഷ അറിയാണ്ട് മട്ടൻ്റെ ഊരൊക്കെ കൊടുക്കല്. നമ്മൾ പട്ടിയും കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് പട്ടി ഊര മട്ടൻ്റെ ഊര കഴിക്കട്ടെ വിചാരിച്ചിട്ട് വാങ്ങിച്ചു കൊടുക്കും. ഈ നാട്ടിലൊക്കെ പട്ടികളെ എറിഞ്ഞൊടിക്കുന്ന കാലമാണ്. ആ സമയത്താണെങ്കിലും ആടിൻ്റെ പട്ടികൾക്ക് എത്ര ഭക്ഷണം കൊടുത്താലും അവർ നന്ദി കാണിക്കും. അവരെ ഉപദ്രവിക്കുമ്പോഴേ അവർ തിരിച്ചുപദ്രവിക്കുള്ളൂ. അവർക്ക് നമ്മളൊരു ബിസ്ക്കറ്റ് കൊടുത്താൽ അതിൻ്റെ നന്ദി അവർ നമ്മളോട് കാണിക്കും. എന്താ ഇതിനെ ചെയ്യാൻ പോകുന്നത്? എന്താ ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിച്ചില്ല. ജനങ്ങൾ നാട്ടുകാർ മൊത്തം കൂടിങ്ങാണ്ട് എന്താ വേണ്ടത് തീരുമാനിക്കും. അല്ല, കണ്ണ് കീറട്ടെ, അതോടൊപ്പം ഓരോരു സുരക്ഷിതമായിട്ട് നിൽക്കട്ടെ. ഇവിടെ രാത്രി ആയാലും വേറെ കുറേ തെരുവട്ടികൾ 10-50ഓളം പട്ടികളുണ്ട്. അവറ്റൊക്കെ എന്താന്ന് വെച്ചാൽ ഇവരെ നേരെ ആക്രമിക്കാൻ വരും ഒക്കെ ചെയ്യും. അവരെ കൊണ്ട് ശല്യമാണ് കേട്ടോ ഞങ്ങൾക്ക്. ഇവർ ഈ 2 കൊണ്ട് ശല്യമില്ലാത്തുള്ളൂ. ഞാൻ കോഴി കർഷകനും ഒക്കെയാണ്. നമുക്കൊരു കോഴിനെ, ആടിനെ, താറാവിനെ ഒന്നിനും വളർത്താൻ വയ്യ അവിടെ. അങ്ങനത്തെ തല്ലുള്ള നായ്ക്കളുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ ഇവർ വെറൈറ്റിയാണ്. ഇവർ എപ്പം പ്രസവിച്ചാലും ഇവളെ കുട്ടികൾ കണ്ണുകരെ കാണൂല. അത് ആളുകൾ കൊണ്ടുപോകും ഇവളെ ഈ നല്ല സ്വഭാവം കൊണ്ട്. എന്താണെങ്കിലും ശല്യമുള്ള പട്ടികൾ കുറേ ഉണ്ട് ഈ നാട്ടിൽ തന്നെ, ഒരുപാടുണ്ട്. ഞാൻ തന്നെ വീട്ടിൽ നിന്ന് വരുമ്പോൾ മദ്രസ്ക്ക് വരുന്ന കുട്ടികളെ വെയ്ത്താലെ
പട്ടികൾ കൂടിയിട്ട് എൻ്റെ വണ്ടിമേ മദ്രസക്ക് ഞാൻ കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ശല്യമുള്ള പട്ടികളുണ്ട്. ആ കൂട്ടത്തിൽ പെട്ട പട്ടിയല്ല ഇതും. ഇതിൻ്റെ ഒരു മോളും ഉണ്ട്. അവർ രണ്ടാളും വളരെ എല്ലാവരോടും നന്ദിയുള്ള പട്ടികളാണ്. സ്നേഹം കാണിക്കുന്നുണ്ട്. തീർച്ചയായും ഈ നാട്ടിലെ എല്ലായിടത്തും പട്ടികൾ ഓടിക്കുമ്പോൾ ഒരു പട്ടിയെ ചേർത്ത് പിടിക്കുകയാണ് ഈ നാട്ടുകാരൊക്കെ. അത് അല്പം വേറിട്ട കാഴ്ചയാണ്, അല്പം വ്യത്യസ്തമായ കാഴ്ചയാണ്. ഇനിയിപ്പോൾ എന്താ ഇതിനെ എങ്ങനെയാണ് ഇത് ചെയ്തതിൻ്റെ ഇതിന് പുറത്തുവിടുന്ന സംരക്ഷിച്ചിട്ട് നഗരസഭൻ്റെ എവിടെയും ഭാഗത്ത് കൊണ്ടുവിടാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള സംരക്ഷണം അവിടെ കൊടുക്കാം. അതിന് ശേഷം ഈ കുട്ടികളൊക്കെ കണ്ണേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ രീതിയിൽ പറഞ്ഞേക്കാനുള്ള സംവിധാനം ചെയ്യണം. നഗരസഭ എന്തെങ്കിലുമൊക്കെ അതിന് കാര്യങ്ങൾ ചെയ്യും. നഗരസഭ തീർച്ചയായിട്ടും ഇതിൻ്റെ കാര്യങ്ങളിൽ ഉണ്ട്. എന്തായാലും നിലമ്പൂർ മുക്കോട്ടയിൽ അല്പം വ്യത്യസ്തമായ ഒരു പട്ടി സ്നേഹത്തിൻ്റെ കഥയാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കാരണം എല്ലായിടത്തും നേരത്തെ പറഞ്ഞല്ലോ, പട്ടികൾ ഓടിക്കുമ്പോൾ പട്ടിയെ ചേർത്ത് പിടിക്കുകയാണ്. അതിന് ആട്ടിറച്ചി വരെ വാങ്ങിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത്. നിലമ്പൂരിൽ നിന്നും CB അനുമോദ്, ന്യൂസ് 18. വാർത്തകൾ തുടരുന്നു. അട്ടപ്പാടി മധു കേസിൽ സാക്ഷിയുടെ നേത്രപരിശോധന നടത്തിയ ഡോക്ടറെ ഇന്ന് വിസ്തരിക്കും. കാഴ്ചശക്തി ഉണ്ടായിട്ടും കോടതിയിൽ പ്രദർശിപ്പിച്ച ദൃശ്യങ്ങൾ വ്യക്തമല്ലെന്ന് പറഞ്ഞ സംഭവത്തിലാണ് ഡോക്ടറെ വിസ്തരിക്കുന്നത്. കേസിൽ 4 സാക്ഷികളുടെ വിസ്താരവും ഇന്ന് നടക്കും. മധു കേസിലെ 29ാം സാക്ഷി സുനിൽകുമാറിന്റെ കാഴ്ചശക്തി പരിശോധന നടത്തിയ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറെയാണ് കോടതി ഇന്ന് വിസ്തരിക്കുക. സുനിൽകുമാറിന് കാഴ്ചശക്തിയുണ്ടെന്ന് ഡോക്ടർ പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് ആധികാരികമല്ലെന്ന് പ്രതിഭാഗം വാദമുയർത്തിയോടെയാണ് പരിശോധന നടത്തിയ ഡോക്ടറോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകിയത്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് സുനിൽകുമാറിനെതിരെ പ്രോസിക്യൂഷൻ നടപടി ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഈ ഹർജി പരിഗണിക്കുന്നതിന്റെ ഭാഗമായാണ് ഡോക്ടറെ വിസ്തരിക്കുന്നത്. കേസിൽ കൂറുമാറിയ 36ാം സാക്ഷി അബ്ദുൽ ലത്തീഫിനെതിരെയും പ്രോസിക്യൂഷൻ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതിയിൽ പ്രദർശിപ്പിച്ച വീഡിയോയിൽ അബ്ദുൽ ലത്തീഫിന്റെ ദൃശ്യങ്ങളുണ്ടായിട്ടും അത് താനല്ലായിരുന്നുവെന്നാണ് മൊഴി നൽകിയത്. ഇത് ഉറപ്പുവരുത്താൻ ഫോറൻസിക് പരിശോധന നടത്തണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യം. ഇക്കാര്യം കാണിച്ച് അടുത്ത ദിവസം ഹർജി നൽകും. കേസിൽ 40ാം സാക്ഷി ലക്ഷ്മി, 41ാം സാക്ഷി സിന്ധുഷ, 42ാം സാക്ഷി നവാസ്, 43ാം സാക്ഷി മാത്തച്ചൻ എന്നിവരെ വിസ്തരിക്കും. ന്യൂസ് 18 പാലക്കാട്. മുസ്ലിം ലീഗിൽ വീണ്ടും പൊട്ടിത്തെറി. PK കുഞ്ഞാലിക്കുട്ടിയുടെ നീക്കങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്ന KM ഷാജിയെ താക്കീത് ചെയ്യാൻ ലീഗ് നേതൃത്വത്തിൽ തീരുമാനം. വിശദീകരണം തേടുമെന്ന് പാർട്ടി അധ്യക്ഷൻ വ്യക്തമാക്കി. ഷാജിയുടെ മസ്കറ്റിലെ പ്രസംഗത്തിനെതിരെ മറുപടിയുമായി PK ഫിറോസ് രംഗത്തെത്തി. ഒമാൻ KMCCയുടെ പരിപാടിയിലാണ് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ KM ഷാജി ആഞ്ഞടിച്ചത്. KM ഷാജി അതിരുവിടുന്നെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മസ്കറ്റ് പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ KM ഷാജിയുടെ വിശദീകരണം തേടാൻ ലീഗ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ഷാജിയെ താക്കീത് ചെയ്യാനാണ് തീരുമാനം. KM ഷാജിയെ വിളിച്ച് സംസാരിക്കുമെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. ഞങ്ങൾ ഷാജിയെ വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, നേതൃത്വം. അല്ല, ഇങ്ങനൊക്കെ ഓരോ സംഭവങ്ങൾ ഇപ്പോൾ മീഡിയയിൽ എന്തൊക്കെ ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണല്ലോ. അപ്പോൾ ഷാജി വന്നാൽ ഷാജിയെ ഞങ്ങൾ ഷാജിയുമായിട്ട് സംസാരിക്കും. സാദിഖ് അലി ശിഹാബ് തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയെയും വേദിയിലിരുത്തി KM ഷാജിക്കെതിരെ PK ഫിറോസ് മറുപടി നൽകി. മുസ്ലിം ലീഗ് ഒരു വലിയ വടവൃക്ഷമാണ്. ഈ വടവൃക്ഷത്തിന്റെ കൊമ്പില് നമ്മളൊക്കെ ഇരിക്കുന്നുണ്ട്. കൊമ്പിൽ കയറി വല്ലാതെ കസർത്ത് കളിച്ചാൽ ചിലപ്പോ കൊമ്പൊടിയും, ചിലപ്പോ കൊമ്പൊന്ന് തെന്നി വീഴും. രണ്ടായാലും വീഴുന്നവർക്ക് മാത്രമാണ് പരിക്ക്. ഈ വടവൃക്ഷത്തിന് ഒരു പരുക്കുമേൽക്കില്ല എന്ന ബോധ്യമുള്ളവരാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ. നേതൃത്വം കൈവിടുന്നതിലേക്ക് കാര്യങ്ങളെത്തിയിട്ടും അണികളുടെ പിന്തുണയിലാണ് KM ഷാജിയുടെ പ്രതീക്ഷ. S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. CPI മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് പതാക ഉയരും. പ്രതിനിധി സമ്മേളനം നാളെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവാണ് CPIക്ക് ഇത്തവണ ആത്മവിശ്വാസം നൽകുന്നത്. എന്നാൽ പാർട്ടിക്ക് നേരത്തെ സ്വാധീനമുണ്ടായിരുന്ന പൊന്നാനി, മങ്കട, നിലമ്പൂർ തുടങ്ങിയിടങ്ങളിൽ പാർട്ടിയുടെ സ്വാധീനം മുൻപത്തേക്കാൾ കുറയുന്നു എന്ന ആക്ഷേപവും ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയായേക്കും. ജില്ലയിൽ CPIയുടെ നിയമസഭാ സീറ്റുകൾ പേയ്മെന്റ് സീറ്റുകളാക്കിയെന്ന ആരോപണവുമുണ്ട്. തിരൂരങ്ങാടിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിയ അജിത് കൊലാടിക്ക് പകരം നിയാസ് പുളിക്കലകത്തിനെ മത്സരിപ്പിച്ചതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുണ്ടായിരുന്നു. ഏറനാട്, മഞ്ചേരി മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പിഴവുണ്ടായി എന്ന അഭിപ്രായവും പാർട്ടിക്കുള്ളിലുണ്ട്. ഒരിടത്ത് പോലും പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. കാനം പക്ഷത്തിന് വ്യക്തമായ ആധിപത്യമാണ് ജില്ലയിലുള്ളത്. നിലവിലെ ജില്ലാ സെക്രട്ടറി PK കൃഷ്ണദാസ് മാസ്റ്റർക്ക് ഒരു തവണ കൂടി അവസരം ലഭിക്കുമെന്നാണ് സൂചന. പാർട്ടിയുടെ ദൗർഭാഗ്യകരമായിട്ടുള്ള പിളർപ്പിന് ശേഷം ഈ പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് വലിയ വ്യാകുലതപ്പെട്ട ആളുകളുടെ ഒരു നീണ്ട നിരയാണ് ഇവിടെ നേരത്തെ പറഞ്ഞത്.
അവരെല്ലാം സ്വപ്നം കണ്ട ഒരു പാർട്ടി ഉണ്ടായിരുന്നു, മലപ്പുറം ജില്ലയിലെ ഒരു പാർട്ടി. ഈ പാർട്ടി എല്ലാ സ്ഥലത്തും എത്തിക്കുക എന്നായിരുന്നു അവരുടെ ഒരു സ്വപ്നം. യഥാർത്ഥത്തിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഈ സമ്മേളനം ചേരുന്നത് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ഇന്ന് വൈകുന്നേരം വിവിധ ജാഥകൾ സമ്മേളന നഗരിയിൽ സംഗമിക്കും. തുടർന്ന് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം പാർട്ടിയുടെ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് 18 മലപ്പുറം. കാസർകോട്ടെ ആരോഗ്യ മേഖലയെ സർക്കാർ അവഗണിക്കുന്നുവെന്നാരോപിച്ച് സാമൂഹ്യ പ്രവർത്തക ദയാബായിയുടെ അനിശ്ചിതകാല നിരാഹാര സമരം ഒക്ടോബർ 2-ന്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിന് മുന്നോടിയായി എയിംസ് ജനകീയ കൂട്ടായ്മ മുഖ്യമന്ത്രിക്ക് കത്തയച്ച് പ്രതിഷേധിച്ചു. എൻഡോസൾഫാൻ ദുരിതം വിതച്ച കാസർകോട്ടെ ആരോഗ്യ മേഖലയെ അവഗണിക്കുന്നുവെന്നാണ് പരാതി. ഇതിൽ പരിഹാരം തേടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്താനൊരുങ്ങുകയാണ് സാമൂഹ്യ പ്രവർത്തക ദയാബായ്. നിരാഹാര സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള നടപടി സർക്കാർ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് എയിംസ് ജനകീയ കൂട്ടായ്മ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കേരളം കേന്ദ്രത്തിന് നൽകിയ എയിംസ് പ്രപ്പോസലിൽ ജില്ലയുടെ പേരും ഉൾപ്പെടുത്തുക, വിദഗ്ധ ചികിത്സാ സംവിധാനം ഒരുക്കുക, ജില്ലയിലെ മുഴുവൻ നഗരസഭാ ഗ്രാമപഞ്ചായത്തുകളിലും ദിനപരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടെത്തുന്നതിന് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഒക്ടോബർ 2 മുതലാണ് നിരാഹാര സമരം. എത്ര വർഷമായിട്ട് സമരമോ എന്തൊക്കെയോ നടക്കുന്നു. അത് കണ്ടപ്പോൾ മനസ്സിലായത് മനുഷ്യാവകാശ ലംഘനമാണ്. ഞാനൊരു സോഷ്യൽ വർക്കർ മാത്രമല്ല, ഞാൻ നിയമവും പഠിച്ചിട്ടുണ്ട്. ഈ ഒരൊറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിലുള്ള വാഗ്ദാനങ്ങൾ മാത്രം കയ്യിലെടുത്തുകൊണ്ടാണ് ഇതിലിറങ്ങുന്നത്. 83 വയസ്സ് പ്രായമുള്ള ദയാബായിയെ നിരാഹാര സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി കാസർഗോട്ടുകാരെയും കേൾക്കണമെന്നാണ് കത്തുകളിലെ ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്. നഗര മാസ്റ്റർ പ്ലാനിന്റെ പേരിൽ തൊടുപുഴ നഗരത്തിലെ വികസനം സ്തംഭിച്ചിട്ട് 1 വർഷം പിന്നിടുന്നു. പ്രശ്നപരിഹാരത്തിന് നഗരസഭ അടിയന്തരമായി ഇടപെടണമെന്ന് റെസിഡൻസ് അസോസിയേഷനുകളുടെ സംയുക്ത സംഘടന ട്രാക്ക് ആവശ്യപ്പെട്ടു. തൊടുപുഴയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് 1 വർഷം മുൻപ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. എന്നാൽ മാസ്റ്റർ പ്ലാൻ അശാസ്ത്രീയവും അവ്യക്തത നിറഞ്ഞതുമാണ് എന്ന പരാതിയെ തുടർന്നാണ് മരവിപ്പിച്ചത്. മാസ്റ്റർ പ്ലാൻ മരവിപ്പിച്ചിട്ടും തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നാണ് റെസിഡൻസ് അസോസിയേഷനുകളുടെ സംയുക്ത സംഘടന ട്രാക്ക് പറയുന്നത്. അപാകതകൾ പരിഹരിച്ച് പ്ലാൻ പുതുക്കണമെന്നാണ് ട്രാക്കിന്റെ ആവശ്യം. ഇറക്കിയ നോട്ടിഫിക്കേഷൻ സ്റ്റേ ചെയ്തുകൊണ്ട് പിന്നീട് ആൾക്കാരുടെ പരാതികൾ സ്വീകരിച്ച് ആവശ്യമായ മാറ്റങ്ങൾ ഒക്കെ വരുത്തിക്കൊണ്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്ന രീതി, ആ രീതി അവലംബിക്കണം എന്ന് ട്രാക്ക് സർവകക്ഷി യോഗത്തിലും പല നിവേദനങ്ങളിലൂടെയൊക്കെ തന്നെ ബന്ധപ്പെട്ടവരോട് സംസാരിച്ചു. Good morning. Peacefully. No need to hurry. No need to hurry. Good morning, sir. Yesterday, Chief Minister shared his long silence and said, "No man can utter a greater nonsense." The question arising is, who is saying nonsense and who is mature? I ask you one question. Have you seen the video when they made an attempt on my life in Kannur? I want to ask you the reply. Have you seen the video? You have not seen the video? Sorry. 3 years back, almost 3 years now. Yeah. That's fun. Kannur Indian History Congress. An attempt was made on my life or not? Yes, sir. That is fun for the No, reply to my question. Yes. An attempt was made? Yeah. My ADC's shirt was torn. That is in the video. If you have not seen the video, I will send you the video. You have seen the video? Ask any lawyer. Is that a cognizable offence or not? And you know what cognizable offence means? Cognizable offence means that there is no need for anybody to report the matter to the police. Police will on its own file a case and prosecute the persons. This is what IPC specifically talks about under section 124. That the President of India and Governor of any state, nobody can try to overawe them
Nobody can try to intimidate them. And if any such thing happens and they are prevented from performance of their actions, then these people are liable with punishment for 7 years and fine. Is that a cognizable offense? What was the duty of the police? To register a case? Who prevented the police from registering a case? Who held the Home Department? You are trying to denigrate, demean the office of governor, and you have tried every trick in your box, every trick, to pressurize me, to try to frighten me, even the kind of that I should develop fear about my physical safety. Who prevented the police from registering a case? I am so happy that Chief Minister has come out openly. He has given this statement. I welcome his statement, because now at least he is not trying to play the game from behind the curtain. Now, instead of using proxies like Irfan Habib, like some vice chancellors whom he asked to defy the orders of the chancellor, at least now he has come out openly. I do not wish to go into detail at this time. When I reach Trivandrum, I shall not only organize that people see that video, but I have all the documents. I have been writing to him since last 3 years, repeatedly. It is your constitutional duty to brief me regularly. He never paid any attention. I write letter to him, he does not reply. I make call to him and he does not call back. Then what is the way out for me? You tell me. And whatever he has said, I will tomorrow I will reach Trivandrum. I hope tomorrow or day after tomorrow, I will produce all the documentary evidence. And I have definite information that when they tried to make a physical attack on me at Kannur, this was a conspiracy. And the Vice Chancellor of the Kannur University was used to ensure that I am present there so that they can attack me. And I leave it to you to decide that if some higher authority prevents the police from taking legal action, was it an act of favoritism or that person was also part of the conspiracy? Because I have said it and I repeat it, some ideologies which have originated outside India, they believe in the use of force to achieve their political purposes. Don't tell me how many of your members were in the Constituent Assembly or other positions. You are also in position. Tell me whether your ideology allows use of force, use of coercive methods, use of pressure tactics, whether it is legitimate in your ideology or not. That is the question. India has a liberal constitution. Even those, only recently, one minister was made to resign because he dropped caution. He was not careful enough. What they really believe in and what they hold the view about our constitution, he said it publicly. So why he resigned? Whose views he was representing? You have taken oath to uphold the law. I have never said that anybody is disqualified
to be appointed to any position. What I have said is that underqualified and unqualified people, because they belong to the personal staff of the Chief Minister, they cannot be allowed to be appointed. If somebody is qualified, most welcome. So you directly accusing that Chief Minister is part of that? It is not. Don't try. Conspiracy. I don't need you to explain what I mean. You have my words on record. Direct or indirect, these are your interpretations. Don't try to put words in my mouth. I am asking you, you tell me that if somebody here attacks your cameraman and you do not try to save him and you do not report the matter to the police, then what one will think of you? That you are in sympathy with the attacker, or you have already, you yourself are part of a conspiracy. This is the conclusion one will come to. So please don't try to put words in my mouth. I am capable enough to express and articulate what I feel. So regarding the Piravargi's appointment, yesterday Chief Minister slammed your remarks and substantiated and explained. I have already, I think, you have a governor office or Chief Minister office. I have already explained it. I do not know what kind of more explanation you need. I am saying and I am repeating it again, that as far as qualified persons are concerned, there cannot be any objection to that. But if you try to appoint unqualified, underqualified persons, then please stop thinking that universities, because you are dressed in little brief authority, therefore you own this property, and these institutions belong to the people of Kerala, not to those who are dressed in little brief authority. Even this thing, I'm not against politics in the campus. I'm against the how many young men, young precious lives have been lost in the campuses. I ask you, boys have died or not? Yes. They have died. Who is responsible for it? Because students, problem is not with these students. Problem is that the selfish politicians, they use these young people for their own ends. Instead of providing a platform where they can develop their personality, where they can have debate competitions, where they can have essay writing competitions, they are used merely as a fodder to raise slogans, and then there is clash between two groups. How many young students has the authorities ever expressed their concern over the loss of these precious lives? I ask you, how many bright young students of Kerala, they do not prefer to stay here for higher education and they go outside? Why they go outside? Is it a question you should ponder about or not? This is why I'm talking. As governor, I agree I should not have talked about it. But if all my efforts have failed, I want to convey to the people, this is how, this is the situation, so that at least awareness among people can be created and popular pressure can be built to prevent authorities from acting in this high-handed manner. His Excellency, regarding the Logayuktha amendment, University amendment, the ball is in your court. How long will this tussle will continue? There is no question of any time limit. Everything will be considered on merit. The government cannot be given the power to appoint the vice chancellors. I am saying it clearly. This will amount to executive interference. Chief Minister has written a letter to me, and that also I will produce day after tomorrow, where he has assured me that there will be no interference. And now they are proposing that they will appoint the vice chancellor. That would mean erosion of autonomy of the educational institutions. As long as I am here, I will not allow erosion of the autonomy of the university. There is no way. And as
For Lok Ayukt, I have not seen the file yet, but I have seen the proceedings of the assembly. I have seen whatever has appeared in the press. There is one basic rule of jurisprudence, and the rule of jurisprudence is that if there is a complaint against you, you cannot sit in judgment against any complaint which is against you. If that basic jurisprudence rule is, even if you persuade me to sign it, it will be struck down by the judicial process, because no one can be allowed to sit in judgment about in his own cause. Some papers have written case. It is not case. Nobody can be allowed to sit in judgment in his own cause. In Perarnivar Muli's case, there is a landmark judgment from the court. The government is a part of government. Government is a part of government. Yes, governor is part of the government, and that is why it is needed, it is constitutional duty of the chief minister to brief the governor regularly. How many times he has briefed me? He does not reply even to the letters. He does not. I make the call and he does not call back. I do not know why he is so afraid of meeting me. He wants to talk to me through media. He is welcome. The public perception is an extraordinary situation. How this tug of war continues? The constitution is at the government on one side, and this is you want to make your news interesting. That is why you are using these words. Nobody, there is no tension in this situation. People have a right to know what the government is doing. Why you want to keep it from the people? After all, the sovereignty does not lie in the government or the governor. Sovereign are the people of India. Why you want to keep in darkness? Your question implies that we should not discuss it publicly. Is that okay for a media man to ask this question? This is an extraordinary situation. What extraordinary? VS government issue. This is the first time. Extraordinary situation you are saying because people have come to know what the government is doing. This is no, people have a right to know. Sir, yesterday CM told that you are seeking some positions. That's what he became silent. They have every right to think about it. My track record is clear. I have sacrificed positions. Thank you, sir. So, but they have every right to. Today is Prime Minister Narendra Modi's birthday. By all my best wishes, I have already conveyed, and I am sure that he will continue to lead the country on the path of progress and development for a long time to come. Thank you, sir. Thank you. ആഭ്യന്തര വകുപ്പിനെതിരെ അതിഗുരുതരമായ ആരോപണമാണ് ഗവർണർ ഉന്നയിക്കുന്നത്. 3 വർഷം മുൻപ് ചരിത്ര കോൺഗ്രസിൽ തനിക്കെതിരെ ഉണ്ടായത് വധശ്രമമാണ് എന്ന് ഗവർണർ പറയുന്നു. ആഭ്യന്തര വകുപ്പ് എന്ത് നടപടിയെടുത്തു? പോലീസിനെ ആരാണ് തടഞ്ഞത്? ആരാണ് ആ ഗൂഢാലോചനയിൽ പങ്കാളി എന്ന തുടങ്ങിയ അതിഗുരുതരമായ ആരോപണങ്ങൾ ഗവർണർ ഉന്നയിക്കുന്നു. ഇന്ത്യക്ക് പുറത്ത് രൂപം കൊണ്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചില പ്രസ്ഥാനങ്ങൾ കൈക്കരുത്തിലും ഭീഷണിയിലുമാണ് വിശ്വസിക്കുന്നതെന്ന് ഗവർണർ പറഞ്ഞിരുന്നു. അതിന് രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരുന്നു. CPM-നെ കുറിച്ചാണെന്ന് മനസ്സിലായി. അങ്ങനെ കൈക്കരുത്ത് പ്രയോഗിച്ച ഏത് സാഹചര്യമാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഗവർണർ പറഞ്ഞിരിക്കുന്നത്. കണ്ണൂരിലുണ്ടായത് വധശ്രമമാണ്. കോഗ്നിസിബിൾ ഒഫൻസ് ആയിട്ടും ആര് എന്ത് നടപടിയെടുത്തു എന്ന ഒരു ചോദ്യം ഗവർണർ ചോദിക്കുകയാണ്. ഒട്ടും പിന്നോട്ടില്ല. മുഖ്യമന്ത്രി എന്തിനാണ് തന്നെ ഭയക്കുന്നത്? എന്തുകൊണ്ട് തന്റെ കത്തുകൾക്ക് പോലും മറുപടിയില്ല? ഫോൺ വിളിച്ചാൽ പോലും കാര്യങ്ങൾ അറിയുന്നില്ല. ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സർക്കാർ എന്ത് ചെയ്യുന്നു എന്നറിയാനുള്ള അവകാശമുണ്ട്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ ഭയക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങളാണ് ഗവർണർ ഉന്നയിക്കുന്നത്. ഒരു ടെൻഷനുമില്ല, ഈ സാഹചര്യത്തിൽ പ്രശ്നങ്ങളില്ല എന്ന് അദ്ദേഹം പറയുന്നു. മാധ്യമത്തിലൂടെയാണ് സംസാരിക്കാൻ മുഖ്യമന്ത്രി താല്പര്യപ്പെടുന്നതെങ്കിൽ അദ്ദേഹത്തിന് സ്വാഗതം എന്നാണ് ഗവർണർ പറയുന്നത്. ആക്രമണത്തിന്റെ 3 വർഷം മുൻപ് ഉണ്ടായ വധശ്രമത്തിന്റെ അത് തെളിയിക്കുന്ന ചില രേഖകളും തെളിവുകളുമുണ്ട്. അക്കാര്യങ്ങൾ പുറത്തുവിടും എന്നും ഗവർണർ പറയുന്നുണ്ട്. MS അനീഷ് കുമാർ, കേൾക്കാമോ? രേണുക, തീർച്ചയായും ഒരു തുറന്ന പോരിലേക്ക് തന്നെ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് ഗവർണർ ഇന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ രീതിയിൽ തന്നെ മറുപടി അദ്ദേഹം പറയുന്നു. ഇതിനുള്ള തെളിവുകൾ മറ്റന്നാൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ തെളിവുകൾ അടക്കം പുറത്തുവിട്ട് താൻ വാർത്താ സമ്മേളനം വിളിക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം തനിക്കെതിരെ വധശ്രമം നടന്നിട്ടും അതിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ വിസമ്മതിക്കുകയാണ്. ഒരു കോഗ്നിസിബിൾ ഒഫൻസ്, അതായത് ഒരു പരാതി ലഭിച്ചില്ലെങ്കിൽ പോലും പോലീസിന്
സ്വമേധയാ കേസെടുക്കാവുന്ന തരത്തിലുള്ള ഒരു ആക്രമണമാണ് തനിക്കെതിരെ കണ്ണൂർ സർവകലാശാലയിൽ വെച്ചുണ്ടായത്. തന്റെ ADCക്ക് ഷട്ടിൽ വരെ പിടിക്കുകയും മർദ്ദനമേൽക്കുന്ന രീതിയിലും കാര്യങ്ങളെത്തി. എന്നാൽ അക്കാര്യത്തിൽ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ആരാണ് നടപടിയെടുക്കുന്നതിൽ നിന്നും പോലീസിനെ തടയുന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളത് മുഖ്യമന്ത്രിയാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നടപടിയെടുത്തില്ല? ഇതുമായി ബന്ധപ്പെട്ട് പലതവണ കത്തിടപാടുകൾ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ഇതിനൊന്നും മറുപടി പോലും ലഭിച്ചിരുന്നില്ല. താൻ ഒരു ഭരണത്തിന്റെ ഭാഗമായ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായ ഒരാളാണ്. തനിയുമായി നിരന്തരം ആശയവിനിമയങ്ങൾ നടത്തണമെന്നതാണ് ചട്ടം. പക്ഷേ എന്ത് ആശയവിനിമയമാണ് സർക്കാർ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് താനുമായി ബന്ധപ്പെട്ട് നടത്തിയത് എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒപ്പം താൻ സ്ഥാനത്ത് തുടർന്നിടത്തോളം കാലം സർവകലാശാലകളുടെ സ്വയംഭരണം കവരാൻ സർക്കാരിനെ അനുവദിക്കില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി തന്നെ പറയുന്നു. താൻ നേരത്തെ ഈ സർവകലാശാലയുടെ ഭരണ തലവൻ എന്ന ചുമതല ഒഴിവാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് തന്റെ അടുത്തെത്തിയാണ് ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയമായ ഇടപെടലുകൾ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാവില്ല എന്ന് അറിയിച്ചത്. അതുകൊണ്ട് തന്നെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ബില്ലിൽ ഒപ്പുവെക്കുന്ന കാര്യം താൻ ആലോചിക്കുന്ന അല്ലെങ്കിൽ അത് അനുവദിക്കില്ല എന്ന തരത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ലോകായുക്തയുടെ നിയമനവുമായി ബന്ധപ്പെട്ട ബില്ലുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ നടന്ന ചർച്ചകൾ താൻ വായിച്ച് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും തനിക്കുണ്ട്. അതുകൊണ്ട് ആ ബില്ലിലും ഒപ്പുവെക്കുന്ന കാര്യത്തിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ഈ കലാലയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ക്യാമ്പസുകളിൽ പോസ്റ്റർ പതിക്കുന്നതിനെയൊക്കെ ഗവർണർ എതിർത്തിരുന്നു. അതിനെ മുഖ്യമന്ത്രി ഇന്നലെ നിശിതമായി വിമർശിച്ചിരുന്നു. അതിനും കൃത്യമായ മറുപടി ലഭിക്കുന്നു. കേരളത്തിലെ കലാലയങ്ങളിൽ എത്ര യുവജനങ്ങളുടെ ജീവനുകളാണ്, എത്ര വിദ്യാർത്ഥികളുടെ ജീവനാണ് പൊലിഞ്ഞത്. ഇത് കേവലം വിദ്യാർത്ഥികൾ അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളല്ല, മറിച്ച് രാഷ്ട്രീയക്കാർ ഈ വിദ്യാർത്ഥികളെ ചട്ടവുമാക്കുകയാണ്. അവരുടെ ജീവൻ ബലിയർപ്പിക്കാനായി അവരെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ കലാലയങ്ങൾ കലാപത്തിന്റെ ഭൂമിയാക്കി മാറ്റുകയാണ്. ഒപ്പം കേരളത്തിലെ വിദ്യാർത്ഥികളിൽ ഏറിയ പങ്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി അല്ലെങ്കിൽ ഗുണനിലവാരമുള്ള മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനായി കേരളത്തിന് പുറത്തെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ കലാലയങ്ങളുടെ നിലവിലെ സാഹചര്യം അങ്ങേയറ്റം മോശമായൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പുറത്തേക്ക് വിദ്യാഭ്യാസത്തിന് പോകേണ്ടി വരുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ തനിക്കെതിരെ ഉയർന്ന ഓരോ ആരോപണങ്ങൾക്കും കൃത്യമായ രീതിയിൽ അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്. തനിക്കും എന്തോ സ്ഥാനലബ്ധിക്ക് വേണ്ടിയാണ് ഇത്രയും നാൾ മുഖ്യമന്ത്രി തനിക്കെതിരെ പ്രതികരിക്കാതിരുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞു. താൻ സ്ഥാനങ്ങൾ ത്യാഗം ചെയ്ത് മുന്നോട്ട് വന്ന ചരിത്രമാണുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ആളല്ല താൻ എന്നും പറയുന്നു. എന്തായാലും സർക്കാരുമായി നടത്തിയ കത്തിടപാടുകൾ, തനിക്കെതിരെ ഉണ്ടായ ആക്രമണത്തിൽ സർക്കാർ പാലിച്ച നിസ്സംഗത, മറ്റ് പലതരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി കൂടിയാലോചിക്കാൻ നടത്തിയ ആശയവിനിമയങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുക, ഇതിനെല്ലാം തെളിവ് താൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം മറ്റന്നാൾ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തുമ്പോൾ വിശദമായി രേഖകളടക്കം പുറത്തുവിടും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പുകൾക്ക് സർക്കാരുമായി തയ്യാറല്ല. ഈ ഘട്ടത്തിൽ മാധ്യമങ്ങൾ കൂടിയാണ് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിന് തന്നെ താനും തയ്യാറാണ് എന്നും ഗവർണർ പറയുന്നു. തീർച്ചയായും എന്തായാലും ഒരു തുറന്ന പോരിലേക്ക് സർക്കാരും ഗവർണറും എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇന്നലെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾക്ക് എണ്ണി മറുപടി പറയുകയാണ് ഗവർണർ ചെയ്തിരിക്കുന്നത്. അതിഗുരുതരമായ ആരോപണം ആഭ്യന്തര വകുപ്പിനെതിരെ ഗവർണർ ഉന്നയിച്ചിരിക്കുന്നു. 3 വർഷം മുൻപുണ്ടായ വധശ്രമത്തിൽ എന്ത് നടപടിയെടുത്തു എന്നാണ് ചോദ്യം. തന്റെ കത്തുകൾക്ക് പോലും മറുപടി ലഭിക്കാത്തത്, അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ പുറത്തുവിടുമെന്നും ഗവർണർ പറയുകയാണ്. ഇർഫാൻ ഹബീബിനെ മുന്നിൽ നിർത്തി കളിച്ചവർ തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് മുന്നിലേക്ക് വരുന്നത് സ്വാഗതം ചെയ്യുന്നു എന്ന് കൂടി ഗവർണർ പറയുന്നു. അങ്ങനെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഗവർണർ ഉന്നയിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കാണാം. Governor is part of the government, and that is why it is needed, it is constitutional duty of the Chief Minister to brief the governor regularly. How many times he has briefed me? He does not reply even to the letters. He does not, I make the call and he does not call back. I do not know why he is so afraid of meeting me. He wants to talk to me through media. He is welcome. Public access is an extraordinary situation. How does this tug of war continue? The constitution is on the government one side and this is you want to make your news interesting. That is why you are using these words. Nobody, there is no tension in this situation. People have a right to know what the government is doing. Why you want to keep it from the people? After all, the sovereignty does not lie in the government or the governor. Sovereign are the people of India. Why you want to keep in darkness?
your question implies that we should not discuss it publicly. Is that okay for a media man to ask this question? What extraordinary situation you are saying because people have come to know what the government is doing? This is no, people have a right to know. Sir, yesterday CM told that you are seeking some positions. That's what he became silent. They have every right to think about it. My track record is clear. I have sacrificed positions. Thank you, sir. So, but they have every right to. Today is Prime Minister Narendra Modi's birthday. By all my best wishes, I have already conveyed, and I am sure that he will continue to lead the country on the path of progress and development for a long time to come. Governor is part of the government. തനിക്കെതിരെയുണ്ടായ വധശ്രമത്തിൽ 3 വർഷം മുൻപ് ചരിത്ര കോൺഗ്രസിലുണ്ടായ വധശ്രമത്തിൽ ആഭ്യന്തര വകുപ്പ് നിഷ്ക്രിയമായി നിന്നു എന്ന അതിഗുരുതരമായ ആരോപണമാണ് ഗവർണർ ഉന്നയിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിൽ പല തവണ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മാധ്യമങ്ങളോടൊക്കെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഏറ്റവും അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു എന്ന് വേണം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാൻ. നമുക്കൊപ്പം വി അരുൺ കൂടി ചേരുകയാണ്. അരുൺ, സർക്കാർ ഗവർണർ പോര് അതിന്റെ അങ്ങേയറ്റം എത്തിയിരിക്കുകയാണ്. ഇന്നലെ സംയമനത്തിന്റെ സമയം കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. ഇന്ന് ഗവർണർ വളരെയധികം രൂക്ഷമായി തന്നെ ഇതിനെതിരെയൊക്കെ മറുപടിയുമായി എത്തുന്നത് നമ്മൾ കാണുകയാണ്. വലിയ രീതിയിൽ പ്രകോപിതനായിരുന്നു അദ്ദേഹം. തനിക്കെതിരെ ഉണ്ടായത് വധശ്രമമാണ്, അതിന് എന്ത് നടപടിയെടുത്തു എന്ന് ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം ഭീഷണിയുടെ എന്ത് സാഹചര്യം ഉണ്ടായി എന്ന് മുഖ്യമന്ത്രി ചോദിച്ചതിനുള്ള മറുപടി കൂടിയാണ് ഗവർണർ നൽകിയിരിക്കുന്നത്. എങ്ങോട്ടാണ് ഈ പോക്ക്? എന്ത് സാഹചര്യമാണ് ഇത് സംസ്ഥാന ഭരണത്തിൽ സൃഷ്ടിക്കുക? തീർച്ചയായും അസാധാരണമായ ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ, സംസ്ഥാന ഭരണത്തിൽ ഉണ്ടാകുന്നത്. രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ മുമ്പ് ഒരിക്കലുമില്ലാത്ത തരത്തിലുള്ള തുറന്ന പോരിലേക്ക്, ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി, ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ ഇത്തരത്തിലുള്ള ഒരു തർക്കം, ഒരു വ്യത്യസ്ത അഭിപ്രായം ഗവർണറും സർക്കാരുമായി ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ ഒരു സമ്മേളനത്തിൽ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കവുമായോ മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിലും എത്തിയിരുന്നില്ല. അത് ഇന്നലെ അവസാനിച്ചു. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ പ്രതികരണവുമൊക്കെ വളരെ വ്യക്തമായിരുന്നു. ഇനിയൊരു സമവായത്തിന്, ഒരു ഒത്തുപോക്കിന് ഇടമില്ല, അതിൻ്റെ സമയം അവസാനിച്ചു എന്നതിന് വ്യക്തമായ സൂചനയായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വ്യക്തമാക്കിയതും അതായിരുന്നു. ഏതായാലും അതേ രീതിയിൽ തന്നെ ഗവർണറും തിരിച്ചടിക്കുകയാണ്. ഒരു വിട്ടുവീഴ്ചയുമില്ല. മുഖ്യമന്ത്രി തനിക്ക് അയച്ച കത്തുപോലും പുറത്തുവിടുമെന്ന് ഗവർണർ പറയുന്നു. അതുതന്നെ ഈ പോരിൻ്റെ രൂക്ഷത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. കാരണം വളരെ രഹസ്യമായ കത്തിടപാടുകളാണ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും രാജ്ഭവനും തമ്മിൽ ഉണ്ടാകേണ്ടത്. ആ കത്ത് പോലും പുറത്തുവിടുമെന്ന് ഗവർണർ പറയുന്നെങ്കിൽ അതിലെ വിടവ്, രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള വിടവ് എത്രത്തോളം രൂക്ഷമാണെന്ന് വ്യക്തമാകും. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ നീക്കം അത് പൊടുന്നനെ ഉണ്ടായ ഒരു നീക്കമല്ല. ഇനി സഹിക്കാൻ കഴിയില്ല, ക്ഷമിക്കാൻ കഴിയില്ല എന്ന തീരുമാനം എടുത്ത് അദ്ദേഹം നടപ്പാക്കുകയാണ് ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനവുമല്ല, സർക്കാരിൻ്റെ മാത്രം തീരുമാനമല്ല, CPMൻ്റെ തീരുമാനമാണ്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം ഇന്നലെ വിശദമായി ചർച്ച ചെയ്തു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വിധത്തിലുള്ള പ്രതികരണം. ഗവർണർ ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു അതേ രീതിയിൽ അദ്ദേഹത്തിന് മറുപടി നൽകാൻ, അതിനെ എതിരിടാനാണ് CPMൻ്റെയും സർക്കാരിൻ്റെയും തീരുമാനം. ഗവർണർ ബില്ലിൽ ഒപ്പുവെച്ചേ മതിയാകൂ എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ ഒപ്പുവെച്ചില്ലെങ്കിൽ സ്വീകരിക്കേണ്ട നടപടികൾ, നിയമ നടപടികൾ അടക്കം സ്വീകരിക്കാനുള്ള നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന ഒരു സൂചനയായി കൂടി അതിനെ കാണണം. ഏതായാലും ഗവർണറുടെ സർക്കാരുമായുള്ള ഈ തെറ്റലിൻ്റെ പ്രകോപനത്തിൻ്റെ പ്രധാന കാരണം നേരത്തെ രേണുക സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഒരു പ്രതിഷേധമാണ്, ചരിത്ര കോൺഗ്രസിൻ്റെ വേദിയിലുണ്ടായ പ്രതിഷേധമാണ്. അന്ന് സർക്കാർ അതിൽ നടപടി എടുത്തില്ല എന്ന അമർഷം, അതിലെ കടുത്ത എതിരഭിപ്രായം ഗവർണർക്കുണ്ട്. അതുതന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ആദ്യമല്ല അദ്ദേഹം ചരിത്ര കോൺഗ്രസിൽ തനിക്കെതിരെ ഉണ്ടായത് വധശ്രമമാണെന്നും അതിൽ നടപടി എന്തുകൊണ്ട് എടുത്തുള്ള ചോദ്യവും അദ്ദേഹം ഉയർത്തുന്നത്. അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. സംസ്ഥാനത്തെ ഗവർണർക്ക് നേരെ അത്തരം ഒരു പ്രതിഷേധമുണ്ടാകുമ്പോൾ അതിനെ ബന്ധപ്പെട്ടവർ, പോലീസ്, സർക്കാർ, ആഭ്യന്തര വകുപ്പ് വേണ്ട രീതിയിൽ ഇടപെട്ടില്ല, അവിടെ തനിക്ക് വേണ്ട പിന്തുണ നൽകിയില്ല എന്ന കടുത്ത അമർഷം ആവശ്യത്തിൽ ഗവർണർക്കുണ്ട്. അരുൺ, ഇക്കാര്യങ്ങൾ ഗവർണർ നേരത്തെ സൂചിപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് ഗവർണർ പറഞ്ഞിരിക്കുകയാണ്.
ഇർഫാൻ ഹബീബിനെ മുന്നിൽ നിർത്തി കളിച്ചവർ തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് മുന്നിലേക്ക് വരുന്നതിൽ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. നേരിട്ടായി ഫൈറ്റ്, അങ്ങനെ തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് മുന്നിലേക്ക് അവർ വരുന്നു, അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് ഗവർണർ പറയുകയാണ്. ആരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു. പോലീസിനെ നിഷ്ക്രിയമാക്കിയ ശക്തി ആര് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഇതെല്ലാം ചെന്ന് തറയ്ക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ്. ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ പേര് പറഞ്ഞില്ല എങ്കിൽ പോലും കൃത്യമായി അത് ആരെയാണ് ഗവർണർ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. സംയമനത്തിന്റെ സമയം കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രിയും ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. സ്വാഭാവികമായും ഇതിന് മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരുമോ? ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വരുമോ? അത് മാധ്യമങ്ങളിലൂടെ തന്നെ ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ ഈ പോരിങ്ങനെ തുടർന്നു പോകാൻ തന്നെയല്ലേ സാധ്യത? തെളിവുകൾ ഉൾപ്പെടെ ഗവർണർ പുറത്തുവിടുമെന്ന് പറയുമ്പോൾ തീർച്ചയായും എവിടെയാണ് സർക്കാർ ഉറപ്പ് ലംഘിച്ചതെന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. ഗവർണർ ആദ്യഘട്ടം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്. താൻ ചാൻസലർ സ്ഥാനത്ത് മാറാനുള്ള താല്പര്യം, സന്നദ്ധത സർക്കാരിനെ അറിയിച്ചതാണ്. അന്ന് മുഖ്യമന്ത്രിക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു, സർവകലാശാലകളുടെ പ്രവർത്തനം സ്വതന്ത്രമായി മുന്നോട്ട് പോകും. ആ തെളിവാണ് അന്ന് നൽകിയ ഉറപ്പ് കത്തിന്റെ രൂപത്തിൽ മുഖ്യമന്ത്രി നൽകി എന്ന വെളിപ്പെടുത്തലാണ് ഇന്ന് ഗവർണർ നടത്തിയിരിക്കുന്നത്. ആ കത്താണ് അദ്ദേഹം പുറത്തുവിടുമെന്ന് പറയുന്നത്. സ്വാഭാവികമായും അവിടെ ഒരു ധാർമ്മികത കൂടി ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെടാം. കാരണം മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകുന്ന കത്ത്, ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്തൊക്കെ ഇത്തരത്തിൽ പുറത്തു വന്നു. നേരത്തെ ഇത്തരത്തിൽ ഒരു കത്ത് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് ഗവർണർ സർക്കാരിനെ അതിർത്തി അറിയിച്ചതാണ്. സ്വാഭാവികമായും അത്തരം ഒരു ഏറ്റുമുട്ടലിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു. പരസ്പരം വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ, അതിൻ്റെ തലവന്മാർ മാറുന്നു. സംസ്ഥാന മുഖ്യമന്ത്രിയും സംസ്ഥാന ഗവർണറും നേരിട്ടുള്ള ഏറ്റുമുട്ടൽ. നേരത്തെയൊക്കെ ഗവർണർ സർക്കാരിനെ മുൾമുനയിൽ നിർത്തി നയപ്രഖ്യാപന പ്രസംഗത്തിൽ പോലും ഒപ്പിടാതെ പിടിച്ചുവച്ച് ബില്ലുകൾ പിടിച്ചുവച്ചൊക്കെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുമ്പോൾ നേരിട്ട് മുഖ്യമന്ത്രി രംഗത്തിറങ്ങിയിരുന്നില്ല. മുഖ്യമന്ത്രി ഗവർണർക്ക് രംഗത്ത് വന്നിരുന്നില്ല. പകരം മന്ത്രിമാരും അല്ലെങ്കിൽ പാർട്ടി നേതാക്കളും ഒക്കെയാണ് ഗവർണർക്ക് വിമർശനവുമായി രംഗത്ത് വന്നത്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങുന്നു. ഗവർണറും ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ കൂടുതൽ പ്രകോപിതനായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അസാധാരണമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. തീർച്ചയായും അതിഗുരുതരമായ അസാധാരണമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നത് വ്യക്തമാണ്. തുടരുക അരുൺ. നമുക്കൊപ്പം എം.എസ്. അനീഷ് കുമാർ കൂടി തുടരുന്നുണ്ട്. അനീഷ്, ഗവർണർ ഇന്ന് പല പരിപാടികളിൽ ജില്ലയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ പിന്നീട് സംസാരിക്കാം എന്ന് കരുതി മാറ്റുമോ എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ആദ്യ സമയം തന്നെ മാധ്യമങ്ങൾ പ്രതികരണം തേടുമ്പോൾ അദ്ദേഹം സംസാരിച്ചു തുടങ്ങുകയാണ്. അതും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എത്രമാത്രം അലോസരം ഉണ്ടാക്കിയെന്നത് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും വ്യക്തമാണ്. വലിയ പ്രകോപിതനായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് കാണാം. ഒരു ദിവസം ഒന്നിൽ കൂടുതൽ തവണ മാധ്യമങ്ങളെ കണ്ട ചരിത്രവുമുണ്ട് ഗവർണർക്ക്. ഇനിയും അദ്ദേഹം എന്തെങ്കിലും സംസാരിക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഇനിയും അദ്ദേഹത്തിന് അവിടെ പരിപാടികളുണ്ട്? അതോ ഇനി രേഖകൾ പുറത്തുവിടും എന്ന് പറഞ്ഞ് ഈ വിവാദങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണോ ഗവർണർ ചെയ്തത്? ഗവർണർ തൽക്കാലം ഇന്ന് താൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ബാക്കി കാര്യങ്ങൾ മറ്റന്നാൾ തിരുവനന്തപുരത്ത് എത്തിയ ശേഷം രേഖകളടക്കം പുറത്തുവിട്ട് പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ നമുക്കറിയാം, ഒരുപക്ഷെ ഇതിനിടയിൽ വീണ്ടും ആളുകൾ പ്രതികരണമോ മറ്റോ ആരാഞ്ഞാൽ ഒരുപക്ഷെ പ്രതികരിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനില്ല. കാരണം അടുത്ത പരിപാടിക്ക് അദ്ദേഹം കുഴിപ്പള്ളി ബീച്ചിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിലുള്ള തീരശുചീകരണ പരിപാടികളാണ്. അതിനുശേഷം RSS കാര്യാലയമായ ഭാസ്കരീയത്തിലെ ഒരു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ ലഭിച്ച സൂചനകളനുസരിച്ച് ഭാസ്കരീയത്തിലെ ചടങ്ങുകൾക്ക് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നായിരുന്നു. എന്നാൽ ഗസ്റ്റ് ഹൗസിൽ തന്നെ ആദ്യം നമ്മൾ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഉണ്ടായത്. കൃത്യമായ രീതിയിൽ തനിക്കെതിരെ ഇന്നലെ മുഖ്യമന്ത്രി ഉന്നയിച്ച ഓരോ ആരോപണങ്ങൾക്കും അക്കമിട്ട രീതിയിലുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഇതിന് പിന്തുണയ്ക്കുന്ന രേഖകൾ വരും ദിനങ്ങളിൽ താൻ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ശേഷം പുറത്തുവിടും എന്ന് പറയുന്നു. പ്രത്യേകിച്ചും ഈ ചരിത്ര കോൺഗ്രസിൽ തനിക്കെതിരെ ഉണ്ടായ ആക്രമണമൊക്കെ അത് താൻ അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് കയ്യേറ്റത്തിനുള്ള ശ്രമം നടന്നത്. ഇർഫാൻ ഹബീബിയൊക്കെ കേവലം ഒരു ആയുധം മാത്രമാണ്. അവർ വഴി മറ്റാരൊക്കെയോ തുടരുക. ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് സമാനതകളില്ലാത്ത നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അസാധാരണമായ ഒരു സാഹചര്യം സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെടുകയാണോ? മുഖ്യമന്ത്രി ഇന്നലെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾക്കൊക്കെ ഗവർണർ എണ്ണി മറുപടി പറഞ്ഞിരിക്കുന്നു. വധശ്രമമാണ് കണ്ണൂരിൽ തനിക്കെതിരെ ഉണ്ടായത്. അതിൽ ആഭ്യന്തര വകുപ്പ് നിഷ്ക്രിയമായിരുന്നു. പോലീസ് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? പോലീസിനെ തടഞ്ഞത് ആരാണ് ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ഗവർണർ ചോദിക്കുമ്പോൾ അത് ഏത് സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോവുക? അല്ല, ഇന്ത്യയിൽ
ഒരു ഗവർണറും ഇന്നുവരെ ഉന്നയിച്ചിട്ടില്ലാത്ത ആരോപണമാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ തന്റെ സ്വന്തം മന്ത്രിസഭയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന് ഗവർണർ പരസ്യമായി പറയുന്നു. ഗൂഢാലോചന എന്ന് പറയുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ളതല്ല. കായികമായി അദ്ദേഹത്തെ അപായപ്പെടുത്തുന്നതിനുള്ള ഗൂഢാലോചന ഉന്നത തലങ്ങളിൽ നടന്നു. അത് തടയേണ്ടവർ തടഞ്ഞില്ല, നടപടി എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയാണ്, മുഖ്യമന്ത്രിക്കെതിരെയാണ്, പേരെടുത്ത് പറഞ്ഞുള്ള ആക്ഷേപമാണ്. അങ്ങനെ ഒരു ഗവർണർ ഇതുവരെ ഒരു സംസ്ഥാനത്തും പറഞ്ഞിട്ടില്ല. രാജ്ഭവനിൽ സുരക്ഷിതനായി കഴിയുന്ന ഗവർണർ, ഭരണഘടനയുടെ പരിരക്ഷയുള്ള ഗവർണർ കേരളത്തിൽ സുരക്ഷിതനല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകാനുണ്ടോ? ഗവർണർ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ വന്നാൽ കേന്ദ്രത്തെ അറിയിക്കണം, കേന്ദ്രത്തെ റിപ്പോർട്ട് അയക്കണം. 356 ഉണ്ടല്ലോ ഇവിടെ ഭരണഘടനയിൽ. അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള അധികാരമുള്ള ഗവർണർ അത് ചെയ്യാതെ തെരുവിൽ ഇറങ്ങി നിന്ന് വീണ്ടും വീണ്ടും രാഷ്ട്രീയക്കാരനെ പോലെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോട് മത്സരിച്ചുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയെ വിമർശിക്കുകയാണ്. ഇതൊക്കെ അസാധാരണമായ കാര്യങ്ങളാണ്. ഗവർണർ എന്ന പദവിയുടെ വില പൂർണ്ണമായും ഇടിച്ചു കളയുന്ന പ്രവൃത്തിയിലാണ്, ആ വില കുറഞ്ഞ പ്രവൃത്തിയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏർപ്പെട്ടിരിക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് തനിക്കെതിരെ ഉണ്ടായത് വധശ്രമം, അതിൽ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല, കോഗ്നിസിബിൾ ഒഫൻസ് ആയിരുന്നു, പക്ഷേ എന്ത് നടപടിയെടുത്തു എന്നാണ്, നിസ്സാരമായി തള്ളിക്കളഞ്ഞു സർക്കാർ എന്നാണ് പറയുന്നത്. ഒപ്പം ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവരെ ആരാണെന്ന് പറയുന്നു, തിരശീലയ്ക്ക് പിന്നിലുള്ളവർ മുന്നിൽ വന്നത് നന്നായി എന്ന് പറയുന്നു. ഇതിൽ ഇനി നിഷ്ക്രിയമായി സർക്കാരിന് തുടരാനാകുമോ? വെറുതെ മറുപടി പറഞ്ഞു പോയാൽ മാത്രം മതിയോ? ഇത്രയും അധികം ഭരണഘടനാപരമായൊക്കെ ഇത്രയും ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി പരസ്യമായി തന്നെ വധിക്കാൻ ശ്രമം നടന്നു, അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അത് ആഭ്യന്തര വകുപ്പിലേക്കും സർക്കാരിലേക്കും മുഖ്യമന്ത്രിയിലേക്കും വിരൽ ചൂണ്ടുമ്പോൾ ഇനി അതിൽ മൗനം തുടരുക സാധ്യമാണോ? മാത്രവുമല്ല, തെളിവുകൾ പുറത്തുവിടും മറ്റന്നാളെന്ന കൂടിയാണ് ഗവർണർ പറയുന്നത്. അത് ഗവർണർ പദവിയിലിരിക്കുന്ന വ്യക്തിക്കെതിരെ ഒരു ക്രിമിനൽ കേസ് എടുക്കാൻ പോലും കഴിയില്ല. അത്രമാത്രം പരിരക്ഷ, ഇമ്മ്യൂണിറ്റി, പ്രൊട്ടക്ഷൻ ഭരണഘടന നൽകിയിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഇവിടെ വന്ന് പരസ്യമായി പറയുന്നത്, പൊതുസമൂഹത്തോട്, മാധ്യമങ്ങളോട് പറയുന്നു തനിക്കെതിരെ സർക്കാരിന്റെ അനുവാദത്തോടെയും അറിവോടെയും സഹകരണത്തോടെയും വധശ്രമം നടന്നുവെന്ന്. അതിനേക്കാൾ വലിയൊരു ആക്ഷേപം ഉന്നയിക്കാനുണ്ട്. ഞാൻ മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല, ഇനി മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ്. ഗവർണർ തന്റെ സ്വന്തം സംസ്ഥാനത്ത്, തന്റെ അധികാര പരിധിയിൽപ്പെടുന്ന സംസ്ഥാനത്ത് സുരക്ഷിതനാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സുരക്ഷിതനല്ല എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം അനുച്ഛേദം 356 പ്രയോഗിക്കണം. അദ്ദേഹം റിപ്പോർട്ട് കേന്ദ്രത്തിന് അയക്കണം, ഇന്ന് തന്നെ അയക്കണം. അവിടെ കേന്ദ്ര സർക്കാരുണ്ട്, രാഷ്ട്രപതിയുണ്ട്, അവരുടെയൊക്കെ ചുമതലയല്ലേ ഒരു ഗവർണറുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളത്. അത് ചെയ്യാതെ ഒരു വില കുറഞ്ഞ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ പോലെ അദ്ദേഹം സംസാരിക്കുന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. ശരി, വളരെ നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന്. ഇപ്പോൾ BJP നേതാവ് സന്ദീപ് വാര്യർ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ, തനിക്കെതിരെ വധശ്രമം ഉണ്ടായി എന്നാണ് ഗവർണർ പറയുന്നത്. ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയതുപോലെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്നത് അദ്ദേഹം സൂചിപ്പിച്ചു. താങ്കൾ കേട്ട് കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതൊന്നും ചെയ്യാതെ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു സർക്കാരിനെ ആകെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണമാണോ ഗവർണർ ഉന്നയിച്ചിരിക്കുന്നത്? അങ്ങനെയുള്ള പ്രതികരണങ്ങൾ വരുന്നു. നോക്കൂ, ഗവർണർക്ക് നേരെ അതിക്രമ ശ്രമം ഉണ്ടായി എന്നുള്ളത് കേരളം മുഴുവൻ കണ്ടിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായും ഗവർണർക്കെതിരെ ഗവർണറുടെ സ്റ്റേജിൽ വെച്ച് നടത്തിയിട്ടുള്ള, ഗവർണറെ ആക്ഷേപിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതിനെല്ലാം അന്ന് തന്നെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് കേസെടുക്കാൻ തയ്യാറാകേണ്ടതായിരുന്നു. അതിനു പകരം രാഷ്ട്രീയമായിട്ട് അക്രമകാരികൾക്ക് സംരക്ഷണ കവചമൊരുക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത്. ഗവർണർ ഒരു മാന്യനായതുകൊണ്ടും അദ്ദേഹം വളരെ പക്വമതിയായി സംസാരിക്കുന്നത് കൊണ്ടും അദ്ദേഹം കാര്യങ്ങളെ അവധാനതയോടുകൂടി സമീപിക്കുന്നത് കൊണ്ടും ഒരുപക്ഷെ അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന് കാര്യങ്ങൾ വിട്ടിട്ടുണ്ടാകും. പക്ഷേ നിരന്തരമായി സംസ്ഥാന സർക്കാർ ഗവർണറുടെ അധികാര പരിധികളിൽ കടന്നു കയറുകയും ഗവർണറുമായി ഒരു സംഘർഷത്തിൽ ഏർപ്പെടുകയും ഗവർണറുടെ സർവകലാശാലകളുടെ ഭരണത്തിന്മേൽ ഇടപെടുകയും അവിടെ ബന്ധു നിയമനങ്ങൾക്കായി പരിശ്രമിക്കുകയും ബന്ധു നിയമനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഈ സമയത്തൊക്കെ ഗവർണർ ഒരു റബ്ബർ സ്റ്റാമ്പായി പ്രവർത്തിക്കണമെന്നാണ് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു കാലത്തും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഒരു സ്ഥലത്ത് പോലും റബ്ബർ സ്റ്റാമ്പായി പ്രവർത്തിക്കാത്ത
രാജ്യം കണ്ട ഏറ്റവും പരന്തപ്രജ്ഞനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കാര്യം പിണറായി വിജയൻ മറന്നുപോകരുത്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി രാജീവ് ഗാന്ധി സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ആ സർക്കാർ കൈക്കൊണ്ട ഒരു തീരുമാനത്തിനെതിരെ പരസ്യമായി പ്രതികരിച്ച് മന്ത്രി പദവി പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് പുറത്തിറങ്ങി വന്ന ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്, ഒരു അക്കാഡമിഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഈ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുന്നുണ്ട്. കേരളത്തിലെ ഗവർണർ പറയുന്ന കാര്യങ്ങളോട് കേരളത്തിലെ പൊതുസമൂഹം ഇന്ന് അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഗവർണർ വളരെ പക്വതയോടുകൂടിയുള്ള സമീപനം സ്വീകരിച്ചെങ്കിൽ പോലും ഇവിടുത്തെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ഗവർണറുമായി രാജ്ഭവനുമായി ഒരു ഏറ്റുമുട്ടലുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. ഇത് ദൗർഭാഗ്യകരമാണ്. സംസ്ഥാനത്ത് ഭരണസ്തംഭനം ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകുന്നു. സംസ്ഥാനത്ത് ഭരണസ്തംഭനം ഉണ്ടാകാതെ നോക്കേണ്ടതും ഈ സംസ്ഥാന സർക്കാരും രാജ്ഭവനുമായി ഗവർണറുമായി നല്ല ബന്ധം ഉണ്ടാക്കേണ്ടതിന്റെയും ബാധ്യത അത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടേതുമാണ്. അത് മറന്നുകൊണ്ട് മുഖ്യമന്ത്രി പരസ്യമായി ഗവർണർക്കെതിരെ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ദൗർഭാഗ്യകരമാണ്. ഒരു ഭരണഘടനാ സ്ഥാനത്തിനെതിരെ മുഖ്യമന്ത്രി പരസ്യമായി പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൗർഭാഗ്യകരമാണ്. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് കേരളത്തിന് മോശമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഏറ്റവും അടിയന്തരമായി അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ വാചക കസർത്തുകൾ പിൻവലിച്ചുകൊണ്ട് ഗവർണറുമായി അനുരഞ്ജനത്തിന്റെ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ബന്ധു നിയമനങ്ങൾ, മുഖ്യമന്ത്രിയുടെ കെയർ ഓഫിൽ നടക്കുന്ന ബന്ധു നിയമനങ്ങൾ ഇത് അവസാനിപ്പിക്കാനും ഗവർണർ ഉന്നയിച്ചിട്ടുള്ള ആശങ്കകളിൽ നടപടിയെടുക്കാനും സംസ്ഥാന സർക്കാർ തയ്യാറാണ്. ശരി, വളരെ നന്ദി സന്ദീപ് വാര്യർ ഞങ്ങളോട് സഹകരിച്ചതിന്, പ്രതികരിച്ചതിന്. എന്തായാലും ഈ പ്രതിസന്ധിയിലേക്ക് ഗവർണറെ തള്ളിവിടുന്ന സാഹചര്യം സംസ്ഥാന സർക്കാർ ഒരുക്കി. അതിൽ നിന്ന് പിന്മാറണം, മുഖ്യമന്ത്രി അനുരഞ്ജനത്തിന്റെ പാതയിലേക്ക് വരണം എന്നതാണ് സന്ദീപ് വാര്യർ ആവശ്യപ്പെടുന്നത്. എന്തായാലും അതിഗുരുതരമായ ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയമായും പ്രതിസന്ധിയാകുന്ന തരത്തിലേക്കുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് ഗവർണർ സർക്കാർ ബന്ധം മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ അത് ഗുരുതരമായ ആരോപണങ്ങൾ ഗവർണർ ഉയർത്തിയിരിക്കുകയാണ്. എന്താണ് ഇനി അടുത്ത സർക്കാരിന്റെ നീക്കം, പ്രതികരണങ്ങൾ തുടങ്ങിയവ വളരെ പ്രസക്തമാണ്. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഗവർണറുടെ പ്രതികരണം മാറുക കൂടിയാണ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വരും ബുള്ളറ്റിനുകളിൽ ഗവർണറുടെ പ്രതികരണം, മറ്റ് വിശകലനങ്ങളൊക്കെയും ഉണ്ടാകും. നമസ്കാരം.